ഗണപതയേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്രസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമോസ്തുതേ. കാലിൽ ചിലമ്പണിഞ്ഞ കാളിയമ്മേ, കൊടും കാളിയമ്മേ, ഇടം കയ്യിൽ ശിരസുമായി വാഴുമമ്മേ, അമ്മേ കാളിയമ്മേ. മധുരാപൂരം എരിച്ച ദേവിയമ്മേ, കൊടും കാളിയമ്മേ, കൊടും കാളിയമ്മേ, എൻ കൺമുന്നിൽ വന്നു വിളയാടുകമ്മേ, അമ്മേ കാളിയമ്മേ, അമ്മേ കാളിയമ്മേ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. രാധേ രാധേ. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേ രാധേ. ഇത് കണ്ടോ നിങ്ങൾ, ഈ വളപ്പൊട്ട് കണ്ടോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് വൃന്ദാവനത്തിൽ പോയില്ലായിരുന്നോ? വൃന്ദാവനത്തിൽ പോയ ടൈമില് രാധാറാണിയുടെ അവിടുന്ന് പ്രസാദമായിട്ട്, അതായത് രാധാറാണിയുടെ അവിടെ വെച്ചിട്ട് തരുന്നതാണ്, ഭക്തര് കൊടുക്കുന്നതാണിത്, ഭക്തര് അവിടുന്ന് വാങ്ങി കൊടുക്കുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് അവിടുന്ന് എനിക്ക് തന്ന വളയായിരുന്നു ഇത്. അപ്പം ഇത് കുറച്ചൊക്കെ പൊട്ടിപ്പോയതാണ്, പൊട്ടാത്തത് വേറെ ഇരിപ്പുണ്ട്. അപ്പൊ അന്ന് അങ്ങനെ രാധാറാണിയുടെ കയ്യിൽ നിന്ന് അന്ന് കിട്ടിയതാണ് കേട്ടോ. കണ്ടോ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ദേവീ മഹാത്മ്യത്തിലെ ചണ്ഡമുണ്ട വധമാണ് വായിക്കാനുള്ളത്. അത്യുഗ്രയായിട്ടുള്ള കാളിയായിട്ട് ദേവി വന്ന് ആദിപരാശക്തിയായ ആ രാധാറാണിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച പാർവതീദേവി, ആ പാർവതീദേവിയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച ആദിപരാശക്തിയായിട്ടുള്ള ആ ദേവിയായിട്ടുള്ള ആ കാളീദേവി, കൗശികീ ദേവി ആണ് ഇന്ന് ചണ്ഡമുണ്ടന്മാരെ വധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ദേവിയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദേവിയുടെ ആ ചണ്ഡമുണ്ടവധം, ദേവീ മഹാത്മ്യത്തിലെ ചണ്ഡമുണ്ടവധം നമുക്ക് പാരായണം ചെയ്യാം. 7-ാം അധ്യായം, ചണ്ഡമുണ്ടവധം. ഋഷിരുവാച ആജ്ഞപ്താസ്തേ തതോ ദൈത്യാ ചണ്ഡമുണ്ട പുരോഗമാഃ ചതുരംഗ ബലോപേതാ യയുരുഫ്യുദ്യുതായുധാഃ. അനന്തരം ശുംഭാസുരനാൽ നിയുക്തന്മാരായ ചണ്ഡമുണ്ടന്മാർ തുടങ്ങിയ ആ അസുരന്മാർ ചതുരംഗ പടകളോടുകൂടി ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുപോയി. ധൂമ്രലോചന വധാനന്തരം ശുംഭാസുരനാൽ നിയോഗിക്കപ്പെട്ട ചണ്ഡമുണ്ടന്മാർ തുടങ്ങിയ അസുരന്മാർ ആന, കുതിര, തേര്, കാലാൾ എന്ന 4 അംഗ പടകളോടുകൂടി ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ഈ ദുഷ്ടന്മാരായ ചണ്ഡമുണ്ടന്മാർ എന്ത് ചെയ്യുകയാണ്? ശുംഭാസുരനാൽ നിയുക്തന്മാരായ ചണ്ഡമുണ്ടന്മാർ എന്ത് ചെയ്യുകയാണ്? ചതുരംഗ പടകളോടുകൂടി ആയുധങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേവിയുടെ നേർക്ക് യുദ്ധത്തിനായിട്ട് പോവുകയാണ്, വരികയാണ്. ദദൃശുസ്തേ തതോ ദേവീമേക്ഷദാസാം വ്യവസ്ഥിതാം സിംഹസ്യോപരി ശൈലേന്ദ്ര ശൃംഗേ മഹതി കാഞ്ചനേ. അനന്തരം ചണ്ഡമുണ്ടന്മാർ തുടങ്ങിയ അസുരന്മാർ പൊക്കമുള്ളതായി സ്വർണമയമായി ഇരിക്കുന്ന ഹിമവാൻ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ സിംഹത്തിന്റെ മുകളിൽ പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന ദേവിയെ കണ്ടു. അങ്ങനെ അനന്തരം ചണ്ഡമുണ്ടന്മാർ ആരെ കാണുകയാണ്? പൊക്കമുള്ളതായി സ്വർണമയമായി ഇരിക്കുന്ന ഹിമവാൻ പർവ്വതത്തിന്റെ മുകളില്, കൊടുമുടിയില്, സിംഹത്തിന്റെ മുകളില്, സിംഹത്തിന്റെ പുറത്ത് ഇരിക്കുന്ന ആ ദേവിയെ, ആദിപരാശക്തിയായിട്ടുള്ള ആ ഭദ്രാദേവിയെ കാണുകയാണ്. അതിതാവള്യത്തോടു കൂടിയതാകുന്നു ഹിമവാൻ പർവ്വതം. അതിന്റെ കൊടുമുടി സ്വർണമയമാണ്. അതിന്റെ മുകളിൽ പല വർണ്ണങ്ങളോടുകൂടി സിംഹം സ്ഥിതി ചെയ്യുന്നു. ആ സിംഹത്തിന്റെ ഉപരിഭാഗത്തിൽ അതികാളിമയോടുകൂടി ഏറ്റവും ശോഭിച്ചുകൊണ്ട് ദേവി ഇരിക്കുന്നു. തേ ദൃഷ്ട്വാ സമാദാതുമുദ്യമം ചക്രുരുദ്യതാഃ ആകൃഷ്ടചാപാസിതരാസ്തദാഫന്യേ തൽസമീപകാഃ. ഉത്സാഹത്തോടു കൂടിയ അവർ അവളെ കണ്ടിട്ട് പിടിക്കുന്നതിനായി ഉദ്യോഗിച്ചു. അതുപോലെ തന്നെ വേറെ ചിലർ വലിച്ചു പിടിച്ചിരിക്കുന്ന വില്ലോടും വാളോടും കൂടിയവരായിട്ട് ദേവി സമീപത്തെ പ്രാപിച്ചു. അപ്പം എന്ത് ചെയ്യുകയാണ്? ദേവീനെ പിടിച്ചു വലിച്ചു കൊണ്ട് വരാനായിട്ടാണ് ഈ ചണ്ഡമുണ്ടന്മാര് ശ്രമിക്കുന്നത്.
അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്, ചിലർ എന്ത് ചെയ്യുകയാണ്, അവരുടെ കയ്യിൽ വലിച്ചു പിടിച്ചിരിക്കുന്ന വാളും വില്ലും ഒക്കെ ഉണ്ട്. ഈ വാളും വില്ലും ഒക്കെ കൊണ്ട് ദേവിയുടെ സമീപത്തേക്ക് വരികയാണ്. അവർ ദേവിയെ സമീപത്തെ പ്രാപിച്ചു, അല്ലെങ്കിൽ ദേവിയെ പിടിക്കുന്നതിന് ഉദ്യുക്തന്മാരായ അസുരന്മാരെ രക്ഷിക്കുന്നതിനായി സമീപത്തെ പ്രാപിച്ചു. തതഃ കോപം ചകാരോ ചേരംബിക താനരീൻ പ്രതി കോപേന ചാസ്യാബദനം മഷീവർണമഭൂത്തദാ. അനന്തരം ദേവി ആ ശത്രുക്കളോട് വളരെ കോപിച്ചു. ആ കോപം നിമിത്തം അവളുടെ മുഖം മഷി പോലെ കറുത്തതായി തീർന്നു. അപ്പൊ ദേവി എന്ത് ചെയ്യുകയാണ്, അനന്തരം ദേവി ആ ദുഷ്ടന്മാരോട് കോപിക്കുകയാണ്. അപ്പോ ദേവിയുടെ നീലവർണ്ണമല്ലായിരുന്നോ, ആ നീലവർണ്ണമായിട്ടുള്ള മുഖം മാറിയിട്ട് കറുത്ത വർണ്ണം ആവുകയാണ്, കാർമേഘ വർണ്ണം ആവുകയാണ് ദേവിയുടെ മുഖം. ആ കോപം കൊണ്ട് ജ്വലിച്ചുകൊണ്ട് ദേവിയുടെ മുഖം ആ കാർമേഘ വർണ്ണം, ആ കറുത്ത വർണ്ണം ആവുകയാണ്. ഭൃഗുടേ കുടിലാത്തസ്യ ലലാടഫലഗാതൃതം കാളി കരാളവദന വിനിഷ്ക്രാന്താസി പാശിനി. ആ ദേവിയുടെ പുരികക്കൊടികളുടെ വളവ് കൊണ്ട് വളഞ്ഞതായ ഫാലപട്ടത്തിൽ നിന്ന് വേഗത്തിൽ ഭയങ്കരമായ മുഖത്തോടു കൂടി വാളും പാശവും ധരിച്ച് കാളി എന്ന പേരോട് കൂടിയ ദേവിയുണ്ടായി. അങ്ങനെ ആ ദേവിയുടെ ആ പുരികക്കൊടികളിൽ നിന്ന് വാളും പരിചയവും ഒക്കെ പാശവും ഒക്കെ ധരിച്ചുകൊണ്ട് കാളി എന്ന പേരോട് കൂടിയായ ഒരു ദേവി ഉണ്ടായി. യാതൊന്ന് ഹേതുവായിട്ട് അംബികയുടെ മുഖം കോപം നിമിത്തം കൃഷ്ണവർണ്ണമായി ഭവിച്ചുവോ അത് ഹേതുവായിട്ട് തന്നെ വിസ്താരമായ ലലാടത്തിൽ നിന്ന് കാളി എന്നു പേരോട് കൂടിയ ദേവി ദൈത്യന്മാരെ നശിപ്പിക്കുന്നതിനായി ഉത്ഭവിച്ചു. അപ്പം കാളി എന്നു പേരോട് കൂടിയ ആ ദേവി എന്ത് ചെയ്യുകയാണ്, ദൈത്യന്മാരെ, അതായത് ദുഷ്ടന്മാരായ അസുരന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്ഭവിക്കുകയാണ്. വിചിത്ര ഖഡ്വാംഗധര നരമാലാ വിഭൂഷണ ദ്വിപീ ചർമ്മ പരിധാന ശുൽക്കമാംസാവതി ഭൈരവ അതിവിസ്താര വദനാ ജിഹ്വാ ലലന ഭീഷണ നിമഗ്നാ രക്തനയനാ നാഥാ പുരിദധിമുഖാ. ആ കാളീദേവി വിചിത്രമായിരിക്കുന്ന ഖഡ്വാംഗത്തെ ധരിച്ചവളും താലമാലകളാകുന്ന അലങ്കാരത്തോടു കൂടിയവളും വ്യാഘ്രത്തുങ്കൽ വസ്ത്രമായുള്ളവളും മാംസത്തോടു കൂടാത്തവളും അതിഭയങ്കര രൂപയും അതിവിസ്താരമായ മുഖത്തോടു കൂടിയവളും നാവ് ഇളക്കുന്നത് കൊണ്ട് ഭയങ്കരിയും താണു ചുറ്റും ചുവന്നിരിക്കുന്ന കണ്ണുകളോട് കൂടിയവളും ഖണ്ഡഗർജനം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്മുഖങ്ങളോട് കൂടിയവളും ആയിരുന്നു. അപ്പൊ ദേവിയെക്കുറിച്ച് വർണ്ണിക്കുകയാണല്ലേ ഇവിടെ. ദേവിയെക്കുറിച്ച് എന്താണ് വർണ്ണിക്കുന്നത്? ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമായ ഖഡ്വാംഗത്തെ ധരിച്ചവളാണ്. അതുപോലെ തലമാലകളാകുന്ന അലങ്കാരത്തോടു കൂടി, അതായത് ദുഷ്ടന്മാരായ അസുരന്മാരുടെ എല്ലാം ശിരസ്സുകൾ കണ്ടിച്ച് ആ ശിരസ് മാലയാക്കി ധരിച്ചവളാണ്. അതുപോലെ വ്യാഘ്രത്തുങ്കൽ വസ്ത്രമായുള്ളവരും, വ്യാഘ്രത്തിന്റെ, അതായത് വ്യാഘ്രം മീൻസ് ഒരു കടുവയാണ്, പുലി. ആ പുലിയുടെ പുലിത്തോല് പോലത്തെ വ്യാഘ്രത്തിന്റെ വസ്ത്രം തുകലായിട്ട് ധരിച്ചവളാണ്. അതുപോലെ മാംസത്തോട് കൂടാത്തവള്, മാംസമൊന്നും ഇല്ലാത്ത മാംസത്തോട് കൂടാത്തവളാണ്. അതായത് ദേവി എന്ന് പറഞ്ഞാൽ ബലം, ആ ശക്തി, എല്ലിന്റെ ആ ബലമാണ്, ആ ശക്തിയാണ് ആ ദേവി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതും അതിഭയങ്കര രൂപയും, ദേവിയുടെ രൂപം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര രൂപമാണ്. നമുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നും, ഭയം തോന്നുന്നു, അത്രയും ഭയാനകമായിട്ടുള്ള ഭയങ്കര രൂപമാണ് ദേവിയുടേത്. പിന്നെ എന്താണ്? അതിവിസ്താരമായ മുഖത്തോടു കൂടിയതും. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിസ്താരമായിട്ടുള്ള മുഖത്തോടു കൂടിയവളാണ്. നാവ് ഇളക്കുന്നത് കൊണ്ട് ഭയങ്കരിയും. അപ്പം ദേവിയുടെ നാക്കൊക്കെ ഇങ്ങനെ പുറത്തോട്ടിട്ട് നാക്ക് ഇളക്കുന്നത് കൊണ്ട് ഭയങ്കരിയായിട്ടാണ് തോന്നിയത്. അങ്ങനെയുള്ള ഭയങ്കരിയും ചുറ്റും ചുവന്നിരിക്കുന്ന കണ്ണുകളോട് കൂടിയവളും. കണ്ണുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുവന്ന് തുടുത്തിരിക്കുന്ന കണ്ണുകളാണ്. അങ്ങനെ ചുവന്ന കണ്ണുകളോട് കൂടിയവളും ഖണ്ഡഗർജനം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്മുഖങ്ങളോട് കൂടിയവളുമായിരുന്നു. അങ്ങനെ ഖണ്ഡഗർജനം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്മുഖങ്ങളോട് കൂടിയവളുമായിരുന്നു കാളീദേവി. സാ വേഗേനാഭിപതിതാ ഘാതയന്തി മഹാസുരൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷയത
തൽബലം. ആ കാളീദേവി വേഗത്തിൽ നേരിട്ട് ചെന്ന് മഹാസുരന്മാരെ താടിച്ചു. അസുരന്മാരുടെ ആ പ്രസിദ്ധമായ സൈന്യത്തെ ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? ദേവി ഓടി വന്നിട്ട് ഈ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം താടിക്കുകയാണ്, കൊല്ലുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ദേവി? കുറെ അസുര സൈന്യത്തിലെ പ്രസിദ്ധനായ അസുര സൈന്യത്തെ എല്ലാം ദേവി ഭക്ഷിക്കുകയാണ്. പാർഷണീഗ്രഹാങ്കുശഗ്രാഹീ യോധഖണ്ഡാ സമന്വിതാൻ സമാദായൈകഹസ്തേന മുഖേ ചിക്ഷേപവാരണാൻ. ആ കാളീദേവി ആനയുടെ പൃഷ്ഠഭാഗ രക്ഷകനോടും പൂർവഭാഗ രക്ഷകനായ തോട്ടിക്കാരനോടും ഗജാരൂഢനായ യോദ്ധാവോടും പാർശ്വലംബികളായിരിക്കുന്ന മണികളോടും കൂടി ഗജങ്ങളെ ഒരു കൈകൊണ്ട് പിടിച്ച് ചുരുക്കിയിട്ട് കടിച്ച് ഭക്ഷിച്ചു. എന്നിട്ട് ദേവി എന്ത് ചെയ്യുകയാണ്? ഗജങ്ങളൊക്കെ ഉണ്ട്, വലിയ വലിയ ആനകളൊക്കെ ഉണ്ട്. എന്നിട്ട് ആ ആനകളെ എല്ലാം പിടിച്ച് ആ ദേവി ഭക്ഷിക്കുകയാണ്. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വരുന്നത് എങ്ങനെയാണ്? ദേവി വരുന്നത് പറഞ്ഞാൽ താമസീ രൂപിയായിട്ടാണ് വരുന്നത്. അപ്പൊ താമസീ രൂപിയായിട്ട് വരുന്ന ആ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും എന്താണ് ഘോരമാണ്, അത്രയും എന്ത് നശിപ്പിക്കാൻ കഴിയുന്ന ഏത് ദുഷ്ടന്മാരെയാലും നശിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഭദ്രകാളി ദേവിക്ക് എതിരാളികളില്ല, എതിരാളികൾ വരില്ല. എതിരാളികൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം അതോ ഗതിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ദേവി എന്ത് ചെയ്യുകയാണ്? ആ ദുഷ്ടന്മാരായ അസുരന്മാരെയെല്ലാം ഭക്ഷിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യണം? ആനയെല്ലാം ആ ഗജങ്ങളെയെല്ലാം ദേവി ഭക്ഷിക്കുകയാണ്. തദൈവ യോധം തുരകൈരഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈച്ചൈർവയന്ത്യതി ഭൈരവം. അതുപോലെ തന്നെ ആ കാളീദേവി അശ്വാരൂഢന്മാരെ കുതിരകളോടുകൂടിയും തേരുകളെ തേരാളുകളോടുകൂടിയും മുഖത്തിൽ ക്ഷേപിച്ചിട്ട് പല്ലുകളെ കൊണ്ട് അതിഭയങ്കരമാകും വണ്ണം ചവയ്ക്കുന്നു. എന്നിട്ട് ദേവി എന്ത് ചെയ്യണം? ആ അശ്വാരൂഢന്മാരെ കുതിരകളോടുകൂടി, അതായത് കുതിരപ്പുറത്തിരിക്കുന്നവരെ അതേപോലെ എടുത്തിട്ട് ദേവി ഭക്ഷിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? തേരാളുകളോടുകൂടി മുഖത്തിൽ ക്ഷേപിച്ചിട്ട് പല്ലുകളെ കൊണ്ട് അതിഭയങ്കര, എന്നിട്ട് ഇവരെല്ലാം ഭക്ഷിച്ചിട്ട് ദേവി എന്ത് ചെയ്യുകയാണ്? പല്ലുകളെ കൊണ്ട് ഇങ്ങനെ കടിച്ച് ചവച്ച് അരച്ച് ഇങ്ങനെ ആ രസത്തിൽ ആ ദേവി ആ ദുഷ്ടന്മാരെല്ലാം ആ ദേഷ്യത്തിൽ ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കൂ, ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രൊട്ടക്റ്റ് ആണ് നമുക്ക്, അല്ലേ? ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ അപ്പൊ ദേവിയെ തന്നെ ഭജിക്കുന്നവരുടെ അവർക്ക് എത്ര പ്രൊട്ടക്റ്റ് ആണെന്ന് അറിയാമോ ദേവി? അവരുടെ, അതായത് ഭദ്രം, നമ്മുടെ എല്ലാം ഭദ്രമാക്കുന്ന ദേവിയാണ് ഭദ്രകാളി. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ കുടുംബമായാലും നമ്മുടെ കുടുംബത്തിലുള്ളവരായാലും നമ്മുടെ സ്വത്തുവകകളായാലും അങ്ങനെ സർവ്വതും സംരക്ഷിക്കാനുള്ള എല്ലാത്തിനെയും ഭദ്രമാക്കാനായിട്ടുള്ള കഴിവുള്ള ദേവിയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ദുഷ്ടന്മാര്, നമുക്ക് എതിരെ നിൽക്കുന്ന ഏതു ദുഷ്ടന്മാരാണെങ്കിൽ കൂടിയും ദേവി നിഷ്പ്രയാസം വധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബദേവി എന്ന് പറയുന്നത്, എല്ലാവരുടെയും കുടുംബദേവി ഭദ്രകാളി ദേവി ആയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ദേവിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്, അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ദേവിയെ നമ്മൾ തീർച്ചയായിട്ടും ഭജിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ദേവി ആ കോപത്തില് ഈ പറയുന്ന കുതിരകളോട് കൂടി തന്നെ ഈ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം ദേവി ഭക്ഷിക്കുകയാണ്. ഏകം ജഗ്രാഹകേശേഷു ഗ്രീവായാമദചാപരം പാദേനാക്രമ്യ ചൈവാന്യം മുരസാഭന്യമ പാതയൽ. ആ കാളീദേവി ഒരു അസുരനെ തലമുടികളിലും മറ്റൊരുത്തനെ കഴുത്തിലും പിടിച്ചു. വേറെ ഒരു അസുരനെ കാലുകൊണ്ട് ചവിട്ടിയും മറ്റൊരു അസുരനെ മാറിടം കൊണ്ട് ഞെക്കിയും നിഗ്രഹിച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? ഒരു അസുരനെ ഇങ്ങനെ തലമുടി കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് മറ്റൊരുത്തന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? വേറൊരു അസുരനെ ആണെങ്കിൽ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് മറ്റൊരു അസുരനെ എന്ത് ചെയ്യാണ്? മാറിടം കൊണ്ട് ഞെക്കിയും നിഗ്രഹിക്കുകയാണ്, വധിക്കുകയാണ്. തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി തദാഫസുരൈഹ മുഖേന ജഘ്രാഗരുഷാ ദശനൈർമാദിതാന്യപി. ആ കാളീദേവി ചണ്ടമുണ്ടാതി അസുരന്മാരാൽ പ്രയുക്തങ്ങളായ ആയുധങ്ങളെയും മഹത്തുക്കളായ ബാണങ്ങളെയും കോപത്തോടുകൂടി മുഖം കൊണ്ട് ഗ്രഹിച്ച് പല്ലുകൾ കൊണ്ട് കടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ദേവി എന്ത് ചെയ്യുകയാണ്? അസുരന്മാരെ എല്ലാം പ്രയുക്തമായിട്ടുള്ള ആയുധങ്ങളെയും മഹത്തായിട്ടുള്ള ബാണങ്ങളെയും കൊണ്ട് കോപത്തോടുകൂടി കോപമുള്ള മുഖത്തോടു കൂടിയിട്ട് അസുരന്മാരെ എല്ലാം ഭക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്? പല്ലുകൊണ്ടിങ്ങനെ കടിച്ച് പൊട്ടിച്ച് കഴിക്കുകയാണ്, ഭക്ഷിക്കുകയാണ് ദേവി. ബലിനാം തൽബലം സർവമസുരാണാം മഹാത്മനാം മമ്മർദഃ ഭക്ഷൈച്ഛാന്യാന്യാം ചാഥാട
താടയത്തതാ. ആ കാളീദേവി വലുതായ ദേഹത്തോടു കൂടിയവരായി ബലശാലികളായി ഇരിക്കുന്ന അസുരന്മാരുടെ ആ ചതുരംഗപ്പടയെ മുഴുവനും മർദ്ദിക്കുകയും ചിലരെ ഭക്ഷിക്കുകയും മറ്റു ചിലരെ താടിക്കുകയും ചെയ്തു. നോക്കൂ, ദേവി എത്ര ഇതാണ്, പവർഫുൾ ആയിട്ടാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെയൊക്കെ മനസ്സിൽ ദേവിയെ കുറിച്ച് വരുമ്പോൾ ദേവി എന്താണ്, ഒരു വലിയൊരു പോരാളിയാണ് ദേവി. ഒറ്റയ്ക്ക് നിന്നാണ് ഇത്രയും അസുരന്മാരെ ദേവി നേരിടുന്നത്. നോക്കൂ നിങ്ങൾ, അപ്പൊ ദേവിക്ക് ഈ പറയുന്ന എല്ലാ ദേവന്മാരുടെ എല്ലാവരുടെയും ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ദേവി എന്ത് ചെയ്യുകയാണ്, ഈ ദുഷ്ടന്മാരെ പടയെ മുഴുവനും മർദ്ദിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ചിലരെയൊക്കെ ദേവി അങ്ങനെ എടുത്തെടുത്ത് ഭക്ഷിക്കുകയാണ്. അത് ദേവിക്ക് ഭദ്രകാളി ദേവിക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. വേറെ ആര് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഘോരമായിട്ട് ഇത്രയും നിഷ്പ്രയാസം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ ദുഷ്ടന്മാരെല്ലാം ഭക്ഷിക്കുകയും താടിക്കുകയും മർദ്ദിക്കുകയും വധിക്കുകയും ഒക്കെ ചെയ്യാൻ ദേവിക്ക് തന്നെ കഴിയുകയുള്ളൂ എന്നതാണ് വാസ്തവം. അസിനാനിഹതാഹ കേജിൽ ഖഡ്വാംഗതാഡിതാഹ ജപ്നുർവിനാശമസുരാ ദന്താഗ്രാവിഹദാസ്തതാം. ചില അസുരന്മാർ ആ കാളീദേവിയുടെ വാൾ കൊണ്ടുള്ള വെട്ടുകൊണ്ടും ചിലർ ഖഡ്വാംഗം കൊണ്ടുള്ള അടികൊണ്ടും അപ്രകാരം തന്നെ മറ്റു ചിലർ പല്ലുകൾ കൊണ്ടുള്ള കടികൊണ്ടും വിനാശത്തെ പ്രാപിച്ചു. അങ്ങനെ എന്ത് ചെയ്യണം, ചില അസുരന്മാർ ആ കാളീദേവിയുടെ വാൾ കൊണ്ടുള്ള വെട്ടുകൊണ്ടും ചിലരാകട്ടെ ഖഡ്വാംഗം കൊണ്ടുള്ള അടികൊണ്ടും അപ്രകാരം തന്നെ മറ്റു ചിലരാകട്ടെ പല്ലുകൾ കൊണ്ടുള്ള കടികൊണ്ടും വിനാശത്തെ പ്രാപിക്കുകയാണ്. അങ്ങനെ ദേവി എല്ലാ അസുരന്മാരെ ഇങ്ങനെ ദുഷ്ടന്മാരായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള അസുരന്മാരെ എല്ലാം ദേവി ഇങ്ങനെ വധിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷണേന തൽബലം സർവമസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോ ഭവിദ്ദു ദ്രാവതാം കാളീമതിഭീഷണാം. കാളീദേവി ക്ഷണനേരം കൊണ്ട് അസുരന്മാരുടെ ചതുരംഗ സൈന്യത്തെ മുഴുവനും യുദ്ധഭൂമിയിൽ പതിപ്പിച്ചത് കണ്ടിട്ട് ചണ്ഡൻ അതിഭയങ്കര രൂപിണിയായിരിക്കുന്ന ആ കാളിക്ക് നേർക്ക് ഓടി. അങ്ങനെ ഈ ദുഷ്ടനായ ചണ്ഡൻ തന്റെ സൈന്യങ്ങളെല്ലാം ദേവി വധിക്കുന്നത് കണ്ടിട്ട് ഈ ദുഷ്ടനായ ചണ്ഡൻ എന്ത് ചെയ്യുകയാണ്, ദേവിയുടെ നേർക്ക് ഇങ്ങനെ ഓടി വരികയാണ്. ശരവൈശൈർ മഹാഭീമൈർഭീമാക്ഷീം താം മഹാസുരഃ ചാദയാമാസ ശക്ത്രൈച്ച മുണ്ടഃ ക്ഷിപ്തൈഃ സഹസ്രശഃ. ചണ്ഡമുണ്ട മഹാസുരൻ അതിഘോരങ്ങളായ ശകവർഷങ്ങളെ കൊണ്ട് മുണ്ടൻ അനേകം പ്രാവശ്യം അയക്കപ്പെട്ട ചക്രായുധങ്ങളെ കൊണ്ടും ഭയങ്കര നേത്രയായ ആ കാളിയെ മൂടി. അങ്ങനെ എന്ത് ചെയ്യണം, ഈ ചണ്ടമുണ്ടന്മാര് അതിഘോരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശരവർഷങ്ങളെ ദേവിക്ക് നേരെ ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ചക്രായുധത്തെ കൊണ്ടും ഭയങ്കര നേത്രയായ ആ കാളീദേവിയെ മൊത്തത്തിൽ ഇങ്ങനെ മൂടുകയാണ്. ദേവിയുടെ നേർക്ക് അത്രയും ശരവർഷങ്ങൾ ഇങ്ങനെ ആ ദുഷ്ടന്മാരായിട്ടുള്ള ചണ്ടമുണ്ടന്മാര് എയ്യുകയാണ്. താനി ചക്രാണ്യനേകാനി വിഷമാനാനി തന്മുഖം ബഹൂരിദ്യാർക്കം ബിംബാനി സുബഹൂനി ഘനോധരം. ആ അനേകം ചക്രായുധങ്ങൾ ദേവിയുടെ മുഖത്ത് പ്രവേശിച്ചിട്ട് മേഘാന്തർഭാഗത്തെ പ്രവേശിച്ചിരിക്കുന്ന അസംഖ്യം സൂര്യമണ്ഡലങ്ങൾ എന്ന പോലെ ശോഭിച്ചു. അങ്ങനെ ദേവിയുടെ നേർക്ക് അയച്ച ആ അസ്ത്രങ്ങളെല്ലാം ദേവിയുടെ ആ തേജസ് കൊണ്ട് ആ അസ്ത്രങ്ങളെല്ലാം ഇങ്ങനെ എന്ത് പറയണ സൂര്യമണ്ഡലങ്ങൾ എന്ന പോലെ ശോഭിക്കുകയാണ്. തദോ ജഹാസാദിരുഷാ ഭീമം ഭൈരവനാദിനി കാളി കരാള വക്രാന്ത ദുന്ദർശന നശനോജ്വലാം. അനന്തരം ഭയങ്കരമാവണ്ണം അട്ടഹാസം ചെയ്യുന്നവളായി ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന മുഖാന്തർഭാഗത്തിൽ ദർശിക്കാൻ പാടില്ലാത്തതായ ദന്തങ്ങളെ കൊണ്ട് ഉജ്ജ്വലിച്ചും കൊണ്ടിരിക്കുന്നവളായിരിക്കുന്ന കാളീദേവി അതികോപത്തോടുകൂടി ഭയങ്കരമാകും വണ്ണം ചിരിച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്, അട്ടഹാസം ചെയ്യുകയാണ്. ഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള അട്ടഹാസം ഭയങ്കരമായിട്ട് ദേവി ചിരിക്കുകയാണ്. ദേവിയെ ഏറ്റവും ഭയങ്കരമായിരിക്കും മുഖാന്തർഭാഗത്തിൽ ദർശിക്കാൻ പാടില്ലാത്ത ദന്തങ്ങളെ കൊണ്ട്. അപ്പൊ ദന്തങ്ങളുണ്ട് ദേവിക്ക്, ഇങ്ങനെ ദ്രംഷ്ടകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ദ്രംഷ്ടകളൊക്കെ കൊണ്ട് നാവൊക്കെ വെളിയിലിട്ടിട്ട് ദേവി ഇങ്ങനെ അട്ടഹസിക്കുകയാണ്, ദേവി ഇങ്ങനെ ചിരിക്കുകയാണ്. ഉദ്ധായ ച മഹാം സിംഹം ദേവി ചണ്ഡമദാവതാ ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാവഛിന്നൻ. ആ കാളീദേവി വലുതായ ഖഡ്ഗത്തെ ഉയർത്തിപ്പിടിച്ചും കൊണ്ട് ഹം എന്ന് ശബ്ദിച്ചിട്ട് ചണ്ഡന്റെ നേർക്ക് ഓടുകയും അവന്റെ കേശങ്ങളിൽ പിടിച്ചു വലിച്ചിട്ട് ആ വാളുകൊണ്ട് അവന്റെ ശിരസിനെ മുറിക്കുകയും ചെയ്തു.
അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചണ്ടന്റെ നേർക്ക്, ആ ദുഷ്ടനായ ചണ്ടന്റെ നേർക്ക് ദേവി ഇങ്ങനെ ഓടുകയാണ്. എന്നിട്ട് ഓടിയിട്ട് എന്ത് ചെയ്യുകയാണ്? ആ ചണ്ടന്റെ തലമുടികളെല്ലാം ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ആ പ്രസിദ്ധമായ വാളുകൊണ്ട്, ദേവിയുടെ വാൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന വാളാണ്, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പ്രസിദ്ധമായിട്ടുള്ള ആ വാളുകൊണ്ട് ദേവി എന്ത് ചെയ്യുകയാണ്? അവന്റെ മസ്തകത്തെ, അവന്റെ ശിരസിനെ ഛേദിക്കുകയാണ്. അങ്ങനെ ദുഷ്ടനായ ചണ്ടനെ ദേവി വധിക്കുകയാണ്. ചിന്നേ ശിരസി ദൈത്യം ചക്രേ നാദം സുഭൈരവം തേന നാദേന മഹദാത്രാസിതം ഭുവനത്രയം ഉദ്ധായ ചാചിനൽ സ്വാഹ അദമുണ്ടോ വ്യദാവത്താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാദയൽ ഭൂമൗ സാ ഖഡ്ഗാഭിഹതം വൃഷാ. അനന്തരം ചണ്ടാസുരൻ നിലത്ത് പതിച്ചത് കണ്ടിട്ട് മുണ്ടൻ കാളിയുടെ നേരെ ഓടി. കാളിദേവി അവനെയും കോപത്തോടുകൂടി വാൾ കൊണ്ട് അടിച്ചു ഭൂമിയിൽ വീഴ്ത്തി. എന്നിട്ട് അപ്പൊ ഈ ചണ്ടനെ വധിച്ചത് കൊണ്ടിട്ട് മുണ്ടന് ദേഷ്യം വരികയാണ്. അങ്ങനെ മുണ്ടൻ എന്ത് ചെയ്യുകയാണ്? ദേവിയുടെ നേർക്ക് ഓടി വരികയാണ്. അപ്പം ദേവി എന്ത് ചെയ്യുകയാണ്? അവനെയും കോപത്തോടുകൂടി വാൾ കൊണ്ട് അടിച്ചിട്ട് ഭൂമിയിൽ വീഴ്ത്തുകയാണ്. അദമുണ്ടോ രുക്ഷാ സ്വാഹ ഹതശേഷം തതക സൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടൻ ച സമൂഹാ വീര്യം ദിശോഫേജേ ഫയാതുരം. അനന്തരം കൊല്ലപ്പെട്ടതിന്റെ ശേഷമുള്ള അസുര സൈന്യം ചണ്ഡനും മഹാവീരനായ മുണ്ടനും നിലത്ത് പതിച്ചത് കണ്ടിട്ട് ഭയം കൊണ്ട് പരവശരായിട്ട് ദിഗ്ഭാഗങ്ങളെ ആശ്രയിച്ചു. ദേവിയാൽ ഹനിക്കപ്പെട്ടവരിൽ നിന്ന് അവശേഷിച്ച അസുര സൈന്യങ്ങൾ മഹാപ്രഭാവത്തോടു കൂടിയ ചണ്ഡനും മഹാവീര്യവാനായ മുണ്ടനും യുദ്ധത്തിൽ ദേവിയാൽ കൊന്നു വീഴ്ത്തപ്പെട്ടത് കണ്ടിട്ട് ഭയം കൊണ്ടുണ്ടായ പാരവശത്തോടു കൂടി യുദ്ധഭൂമിയിൽ നിന്ന് ഓരോ ദിക്കുകളിലേക്കും ഓടിപ്പോയി. ഹതശേഷം ഭയാതുരം സ്വാഹ. അതായത് ദേവി ആ ചണ്ഡനെ വധിച്ചു, ചണ്ഡന്റെ കഴുത്തറുത്ത് വധിച്ചു, തലയറുത്ത് വധിച്ചു അല്ലെ. അതിനുശേഷം ആ മുണ്ടനെ എന്ന് ചെയ്യുകയാണ്? മുണ്ടനെയും വാളുകൊണ്ട് വെട്ടിയിട്ട് ഭൂമിയിൽ വീഴ്ത്തുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ബാക്കിയുള്ള അസുരന്മാരെല്ലാം ഇങ്ങനെ ഭയക്കുകയാണ്. അസുര സൈന്യം, ആ ചണ്ടന്റെയും മുണ്ടന്റെയും കൂടെ വന്ന അസുര സൈന്യം എല്ലാം ഇങ്ങനെ ഭയക്കുകയാണ്. ചണ്ടനെയും മുണ്ടനെയും ദേവി വധിച്ചത് കണ്ടിട്ട് അവര് ഭയന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഓടിപ്പോവുകയാണ്. ചിരചണ്ഡസ്യ കാളീച ഗൃഹീത്വാ മുണ്ടമേവ ച പ്രാഹ പ്രചണ്ഡാഹാസ മിശ്രാമഫ്യേത്യ ചണ്ഡികാം. ആ അംബികാദേവിയുടെ ഫാലഭട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച കാളീദേവി ചണ്ടമുണ്ടന്മാരുടെ ശിരസിനെ രണ്ടിനെയും എടുത്തുകൊണ്ട് അതിഗംഭീരമായ അട്ടഹാസത്തോടു കൂടി ആഗമിച്ച് അംബികാദേവിയെ പ്രാപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: പരദേവതയായി ത്രിഭുവന ജനനിയായിരിക്കുന്ന ഭുവനേശ്വരിയെ ചണ്ടമുണ്ടന്മാർ മുമ്പ് കണ്ടിട്ട് പോയി ശുംഭനോട് സ്ത്രീരത്നമായ അവളെ ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. ആ ചണ്ടമുണ്ടന്മാർ പിന്നെയും യുദ്ധത്തിനായി ദേവി സമീപത്തിൽ വന്നു. അതുകൊണ്ട് അവരുടെ ശിരസുകളെ ഗ്രഹിച്ചുകൊണ്ട് കാളീദേവിക്കുള്ള അട്ടഹാസം യുക്തം തന്നെ. കാളീദേവി ചണ്ടമുണ്ടന്മാരുടെ ശിരസുകളെ എടുത്തുകൊണ്ട് അതിഘോരമായ അട്ടഹാസത്തോടുകൂടി ചണ്ഡികാദേവിയുടെ സമീപത്തെ പ്രാപിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്. അപ്പം ദേവി എന്ത് ചെയ്യുകയാണ്? ആ ചണ്ടമുണ്ടന്മാരായിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ എല്ലാം വധിച്ചിട്ട് ആ അസുരന്മാരുടെ തലയും കൊണ്ട് ദേവി ഇങ്ങനെ ചണ്ഡികാ ദേവിയുടെ അടുത്ത് വരികയാണ്, ഭുവനേശ്വരി ദേവിയുടെ അടുത്ത് വരികയാണ്. വന്നിട്ട് ദേവി പറയുകയാണ്: അംബികാദേവിയുടെ ഫാലഭട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച കാളിദേവി ചണ്ടമുണ്ടന്മാരുടെ ശിരസിനെ രണ്ടിനെയും എടുത്തുകൊണ്ട് അതിഗംഭീരമായ അട്ടഹാസത്തോടുകൂടി, ദേവി അതിഗംഭീരമായിട്ടുള്ള അട്ടഹാസത്തോടുകൂടിയാണ് വരുന്നത്. വന്നിട്ട് അംബികാദേവിയെ പ്രാപിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്: പരദേവതയായിട്ട് ത്രിഭുവന ജനനിയായിട്ട്, ത്രിഭുവനങ്ങളുടെയും ജനനിയായിട്ടിരിക്കുന്ന ഭുവനേശ്വരിയെ ചണ്ടമുണ്ടന്മാർ മുമ്പ് കണ്ടിട്ട് പോയി ശുംഭനോട് സ്ത്രീരത്നമായ അവളെ ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. എന്നിട്ട് സ്ത്രീരത്നമായിട്ടുള്ള ആ ദേവിയെ അവർക്ക് വേണമെന്ന് അവര് പറയുകയാണ്. ആ ചണ്ടമുണ്ടന്മാർ പിന്നെയും യുദ്ധത്തിനായി ദേവിയെ സമീപിക്കും. എന്നിട്ട് അതിനുശേഷം വീണ്ടും ആ ചണ്ടമുണ്ടന്മാര് യുദ്ധത്തിനായിട്ട് ദേവിയുടെ സമീപത്ത് വരികയാണ്. അതുകൊണ്ട് അവരുടെ ശിരസുകളെ ഗ്രഹിച്ചുകൊണ്ട് കാളീദേവിക്കുള്ള അട്ടഹാസം അതുകൊണ്ട് അവരുടെ ശിരസുകളെ ദേവി ഞാനിതാ അവരുടെ ശിരസുകളെയെല്ലാം അറുത്തെടുത്തുകൊണ്ട് ദേവിയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാളീദേവി അട്ടഹസിക്കുകയാണ്. മയാ തവാത്രോ ബഹൃദൗ ചണ്ഡമുണ്ടോ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി.
രണയാഗത്തിൽ പശുക്കളായ ചണ്ടമുണ്ടന്മാരെ ഞാൻ നിന്തിരുവടിക്കായി കൊണ്ടുവന്നു. ഈ രണയാഗത്തിൽ മഹാപശുക്കളായ ശുംഭനിശുംഭന്മാരെ നിന്തിരുവടി താനേ തന്നെ നിഗ്രഹിക്കും. എന്നിട്ട് ദേവി പറയുകയാണ്, എന്ത് പറയുന്നു? ഹേ ചണ്ഡികേ, ദേവി നിന്തിരുവടിക്ക് ചണ്ടമുണ്ടന്മാരായ 2 മഹാപശുക്കൾ യുദ്ധയജ്ഞത്തിൽ കാളിയായ എന്നാൽ സമർപ്പിക്കപ്പെട്ടു. എന്നിട്ട് ഈ തല കൊണ്ടുവന്ന് വെട്ടിയിട്ട് ആ ചണ്ഡികാദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചിട്ട് പറയുകയാണ്, ദേവി ഞാൻ ഈ ദുഷ്ടന്മാരായ അസുരന്മാരെ നിഗ്രഹിച്ചു. ദേവിക്ക് ഞാനിത് ഹവിസായിട്ട് ദേവിക്ക് ഞാനിത് യജ്ഞത്തിൽ അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് ആ ശിരസ്സുകളെ സമർപ്പിക്കുകയാണ്. മയാ തവാ ഹനിഷ്യസി സ്വാഹാ ഋഷിരുവാചഃ തവാനീതൗ തതോ ദൃഷ്ട്വാ ചണ്ഡമുണ്ടൗ മഹാസുരൗ ഉവാച കാളിം കല്യാണി ലളിതം ചണ്ഡികാവചാം. അനന്തരം കല്യാണി ആയിരിക്കുന്ന ചണ്ഡികാ ഭഗവതി മഹാസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നത് കണ്ടിട്ട് ആ കാളിയോട് മനോഹരങ്ങളായ വാക്കുകളെ പറഞ്ഞു. അങ്ങനെ ദേവിക്ക് സന്തോഷം വരുന്ന രീതിയിലുള്ള മനോഹരങ്ങളായ വാക്കുകളെ ദേവി പറയുകയാണ്. ആ ദുഷ്ടന്മാരായ അസുരന്മാരെ വധിച്ചിട്ട് ദേവി ഭുവനേശ്വരിയോട് തനിക്ക് ആ മനോഹരമായ വാക്കില് ദേവിയോട് പറയുകയാണ്. ഋഷിരുവാച സ്വാഹാ തവാനീതൗ വചഃ സ്വാഹാ യസ്മച്ഛാ ചണ്ഡമുണ്ടച്ഛാ ഗൃഹീത്വാ ത്വമുപാഗതാം ചാമുണ്ടേതി തതോ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി. അല്ലയോ കാളി ഭഗവതി, ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നതുകൊണ്ട് ലോകത്തിൽ ചാമുണ്ട എന്ന് പ്രസിദ്ധപ്പെട്ട ദേവിയായി ഭവിക്കും. ഹേ കാളി, ഭവതി യാതൊന്നു ഹേതുവായിട്ട് ചണ്ടന്റെയും മുണ്ടന്റെയും ശിരസ്സുകളെ ഗ്രഹിച്ചുകൊണ്ട് എന്റെ സമീപത്തിൽ വന്നുവോ അത് ഹേതുവായിട്ട് ലോകത്തിൽ ചാമുണ്ട എന്ന് പ്രസിദ്ധയായ ദേവിയായി ഭവിക്കും. ഇതാകുന്നു മുൻ ശ്ലോകത്തിൽ പറഞ്ഞ മനോഹരമായ ചണ്ഡികാ വചനം. അപ്പോ ദേവി പറയുകയാണ്, നീ ചണ്ടനെയും മുണ്ടനെയും വധിച്ചത് കൊണ്ട് നിന്റെ പേര് ചാമുണ്ട എന്നുള്ള പേരില് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്നതായിരിക്കും ദേവി എന്നിങ്ങനെ വരം പറയുകയാണ്. അങ്ങനെയാണ് ചാമുണ്ടാദേവി എന്നുള്ള പേര്, ഭദ്രകാളി ദേവിക്ക് ചാമുണ്ടാദേവി എന്നുള്ള പേരും കൂടി ലഭിച്ചത്. യസ്മാ ചണ്ഡാ ഭവിഷ്യസി സ്വാഹാ. ഇത് ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാന്മേ ചണ്ഡമുണ്ടവദോ നാമ സപ്തമോऽധ്യായഃ സമാപ്തഃ. അപ്പോ 7ാമോ അധ്യായമായിട്ടുള്ള ചണ്ഡമുണ്ടവധം ഇവിടെ സമാപ്താവുകയാണ്. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. അടുത്തതായിട്ട് നമുക്ക് 8ാം അധ്യായമായിട്ടുള്ള രക്തബീജവധം, അതായത് ദുഷ്ടനായ രക്തബീജന്റെ വധം. രക്തബീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ രക്തബീജനെ ഒരു പ്രാവശ്യം വെട്ടുകയാണെങ്കിൽ ആ രക്തബീജന്റെ രക്തത്തിൽ നിന്ന് അടുത്ത ഒരു രക്തം ഉണ്ടാവുന്നത്, ആ അടുത്ത ഒരു അസുരൻ ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് അസുരന്മാരുണ്ടാകും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന അസുരന്മാരെ എല്ലാം ആ ഭദ്രാദേവി, ആ ചാമുണ്ടാദേവി വധിക്കുന്ന ആ ചണ്ഡമുണ്ടാസുര ആ രക്തബീജവധമാണ് ഇനി 8ാം അധ്യായത്തിൽ പറയാനുള്ളത്. ഋഷിരുവാചാം ചണ്ഡേ ജ നിഹതേ ദൈത്യേ മുണ്ടേ ജ വിനിപാതിതേ ബഹുലേഷു ച സൈന്യേഷു ശയിത്വേഷാസുരേശ്വരഃ തതഃ കോപപരാധീന ചേതഃ ശുംഭഃ പ്രതാപവാൻ ഉദ്യോഗം സർവസൈന്യാനാം ദൈത്യാനാമാദിത്യേശഃ. ചണ്ഡമുണ്ടന്മാരും അസംഖ്യം സൈന്യങ്ങളും നശിച്ചു പോയതിന്റെ ശേഷം മഹാപ്രതാപവാനായി അസുരേശ്വരനായി ഇരിക്കുന്ന ശുംഭൻ ഹൃദയനായിട്ട് ദേവിയോട് യുദ്ധം ചെയ്യുവാൻ ഉത്സാഹിക്കുന്നതിനായി എല്ലാ അസുര സൈന്യങ്ങൾക്കും ആജ്ഞ കൊടുത്തു. അങ്ങനെ ആ ശുംഭൻ എന്ത് ചെയ്യണം? ചണ്ടമുണ്ടന്മാരെയും ദേവി വധിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ശുംഭന് വളരെയധികം കോപമാവുകയാണ്. അങ്ങനെ ശുംഭൻ തന്റെ സൈന്യങ്ങളോടൊക്കെ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ ദേവിയെ പോയി വധിക്കണമെന്ന് പറയുകയാണ്. അദ്യാ സർവബലൈർദൈത്യാ ഷഡശതീരുദായുധാഃ കമ്പൂനാം ചാതുരാശീതിർഞ്ഞാരന്തു സ്വബലൈർവൃതാം. ഇപ്പോൾ 86 പ്രധാന ഭൂതന്മാരായ അസുരന്മാർ തയ്യാറാക്കപ്പെട്ട ആയുധങ്ങളോടും എല്ലാ ചതുരംഗ പടകളോടും കൂടിയും കമ്പുക്കൾ എന്ന പേരോടുകൂടിയ 84 അസുര സംഘം അവരവരുടെ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവരായിട്ട് ദേവിയോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. അങ്ങനെ 86 പ്രധാന ഭൂതന്മാരും അതുപോലെ തന്നെ അസുരന്മാർ തയ്യാറാക്കപ്പെട്ട ആയുധങ്ങളും
ചതുരപ്പടകളും കമ്പുക്കളോടും കൂടി 84 അസുര സംഘങ്ങളാണ് അവരുടെ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവരായിട്ട് ദേവിയോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. കോടിവീര്യാണി പഞ്ചാശതസുരാണാം കുലാനി വൈ ഗതം കുലാനി ധൂമ്രാണാം നിർഗച്ഛന്തു മമാജ്ഞയാം. എന്റെ ആജ്ഞ നിമിത്തം കോടി വീരന്മാർ എന്ന അസുര സംഘം 50ഉം ധൂമ്രവംശജാതരായ അസുര സംഘം 100ഉം യുദ്ധത്തിനായി പുറപ്പെടട്ടെ. ശുംഭൻ പിന്നെയും വിശേഷമായി ആജ്ഞ കൊടുത്തു. കോടി വീര്യ നാമധേയന്മാരായിരിക്കുന്ന അസുരന്മാരുടെ വൃന്ദങ്ങൾ 50ഉം എന്റെ ആജ്ഞ നിമിത്തം ദേവിയോടുകൂടി യുദ്ധത്തിനായി പുറപ്പെടട്ടെ. അതുകൂടാതെ ധൂമ്രന്മാർ എന്ന പേരോട് കൂടിയ അസുരന്മാരുടെ 100 വൃന്ദങ്ങളും പുറപ്പെടട്ടെ. അങ്ങനെ കോടി വൃന്ദങ്ങളും 100 വൃന്ദങ്ങളും ഒക്കെ ആയിട്ടുള്ള അസുരന്മാരെയാണ് ദേവിക്ക് നേരെ അയക്കുന്നത്. കാലകാദൗർഹൃദാ മൗര്യ കാലകേയാസ്തദാസുരാ യുദ്ധായ സജ്ഞാ നിര്യാന്തു ആജ്ഞയാ ത്വരിതാ മമാം. എന്റെ ആജ്ഞ നിമിത്തം കാലകന്മാർ, ദൗർഹൃദയന്മാർ, മൗര്യന്മാർ, കാലകേയന്മാർ എന്നീ അസുരന്മാർ ഒരുക്കത്തോടുകൂടി വേഗത്തിൽ യുദ്ധത്തിനായി പോകട്ടെ. അങ്ങനെ ഈ ദുഷ്ടനായ ശുംഭന്റെ ആജ്ഞ നിമിത്തം ആരൊക്കെയാണ്? കാലന്മാര്, പിന്നെ ദൗർഹൃദയന്മാരെന്ന് പറഞ്ഞിട്ടുള്ള അസുരന്മാർ, മൗര്യന്മാരെന്ന് പറഞ്ഞിട്ടുള്ള അസുരന്മാര്, പിന്നെ ആരാണ്? കാലകേയൻ എന്ന് പറയുന്ന ദുഷ്ടന്മാരായ അസുരന്മാര്. ഇവരെല്ലാരും കൂടി വേഗത്തില് യുദ്ധത്തിനായി പോകട്ടെ എന്ന് പറയുകയാണ്. ഇത്യാജ്ഞാപ്യാസുരപതിഃ ശുംഭോ ഭൈരവശാസനഃ നിർജഗാമ മഹാസൈന്യ സഹസ്രൈർബഹുഭിർവൃതഃ. ഇപ്രകാരം ആജ്ഞ കൊടുത്തിട്ട് ഭയങ്കര ശാസനയോട് കൂടിയവനായ ശുംഭൻ എന്ന അസുരശ്രേഷ്ഠൻ അനേകം മഹാസൈന്യ സഹസ്രങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ഈ ശുംഭൻ എന്ന് പറയുന്ന ആ അസുരശ്രേഷ്ഠൻ എന്ത് ചെയ്യുകയാണ്? അനേകം മഹാസൈന്യങ്ങളായിട്ട് ചുറ്റപ്പെട്ടവനായിട്ട് ദേവിക്ക് നേരെ ദേവിയെ വധിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയാണ്. അയാന്തം ചണ്ഡികാ ദൃഷ്ട തൈസന്യാമതിഭീഷണം ന്യാസ്യന്യേഹ പുരയാമാസ ധരണീഗഗനാന്തരം. അതിഭയങ്കരമായ ആ ശുംഭ സൈന്യം വരുന്നത് കണ്ടിട്ട് ചണ്ഡികാ ദേവി ഞാണൊലി കൊണ്ട് ഭൂമിയാകാശ മധ്യപ്രദേശം മുഴുവൻ നിറച്ചു. അങ്ങനെ ഈ ദുഷ്ടന്മാരായിട്ടുള്ള ചണ്ഡികാ ദേവി കാണുകയാണ് ഈ ശുംഭ സൈന്യം വരുന്നത് കണ്ടിട്ട്, ദുഷ്ടന്മാരായിട്ടുള്ള ഈ ശുംഭ സൈന്യം വരുന്നത് കണ്ടിട്ട് ദേവി എന്ത് ചെയ്യുകയാണ്? ആ ഭൂമിയാകാശ മധ്യപ്രദേശം മുഴുവനും നിറയ്ക്കുകയാണ്. അങ്ങനെ ആ ഭൂമിയാകാശമായിട്ടുള്ള മധ്യപ്രദേശത്തിൽ മുഴുവനും ദേവി ഇങ്ങനെ ദേവിമാരാൽ തന്നെ ചുറ്റപ്പെട്ട് നിറയ്ക്കുകയാണ്. തദഗ സിംഹോ മഹാനാദമതീവ കൃതവാൻ നൃപഃ കണ്ഠാസ്വനേന തന്നാദംബിക ചോപബൃംഹയൽ. ഹേ രാജാവേ, അനന്തരം സിംഹം പലതവണ കണ്ഠഗർജനം ചെയ്തു. ദേവിയും മണിനാദം കൊണ്ട് ആ സിംഹനാദത്തെ വർദ്ധിപ്പിച്ചു. അല്ലയോ സുരത മഹാരാജാവേ, ധനുർജാനി സ്വദാനന്തരം ദേവീവാഹനമായ സിംഹം പലതവണ വലുതായിരിക്കുന്ന കണ്ഠഗർജനത്തെ ചെയ്തു. അംബികാദേവിയും കയ്യിലിരിക്കുന്ന മണിയുടെ നാദം കൊണ്ട് ആ സിംഹഗർജനത്തെ വർദ്ധിപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ദേവിയുടെ വാഹനമായിട്ടുള്ള ആ സിംഹം ഇങ്ങനെ അതിഘോരമായിട്ട് ഗർജിക്കുകയാണ്. അപ്പോൾ ദേവി എന്ത് ചെയ്യുകയാണ്? ഈ ഗർജനം വലുതാക്കാൻ വേണ്ടിയിട്ട് ദേവിയുടെ കയ്യിലിരിക്കുന്ന ആ മണി കൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ അടിക്കുകയാണ്. ധനുർജാ സിംഹ ഖണ്ഡാനാം നാദാപുരിത ദിഗ്മുഖ നിനാദൈർഭീഷണൈഹ കാളി ജിഗ്യേ വിസ്താരിതാനനാം. ഞാണിന്റെയും സിംഹത്തിന്റെയും മണിയുടെയും ശബ്ദങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോട് കൂടിയ ദേവിയാൽ ആ ഭയങ്കര ശബ്ദങ്ങളെ കൊണ്ട് വിസ്തീർണമുഖയായി ഇരിക്കുന്ന കാളി ജയിക്കപ്പെട്ടു. കാളി ശബ്ദം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോട് കൂടിയവളായി, എങ്കിലും ദേവിയാൽ ഞാണിന്റെയും സിംഹത്തിന്റെയും മണിയുടെയും നിദാനങ്ങളെ കൊണ്ട് ജയിക്കപ്പെട്ടു. അങ്ങനെ ആ ദേവി ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങള്, അതായത് ആ മണിനാദങ്ങളൊക്കെ മുഴക്കി ഘോരമായിട്ടുള്ള ആർപ്പുകൾ മുഴക്കി ദേവി ഇങ്ങനെ അതുകൊണ്ട് എന്താണ് ജയിക്കപ്പെടുകയാണ്. തന്നിനാദമുപശ്രുത്യ ദൈത്യസന്യഞ്ജ ചതുർദിശം ദേവി സിംഹസ്തദാ കാളി സരോഷൈഹ പരിവാരിതാഹ. ആ ഭയങ്കര ശബ്ദത്തെ കേട്ടിട്ട് കോപത്തോട് കൂടിയവരായ അസുര സൈന്യങ്ങളാൽ അംബികയും വാഹന സിംഹവും അതുപോലെ കാളിയും നാലുപുറത്തും ചുറ്റപ്പെട്ടവരായി.
അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഭയങ്കര ശബ്ദത്തെ കേട്ടിട്ട് ഈ കോപത്തോട് കൂടിയവരായിട്ടുള്ള അസുര സൈന്യങ്ങൾ അംബികയും വാഹന സിംഹവും അതുപോലെ കാളിയും 4 പുറത്തും ചുറ്റപ്പെട്ടവരായി. അങ്ങനെ ഈ അസുരന്മാരുടെ ചുറ്റും ദേവിയും ദേവിയുടെ പരിവാരങ്ങളും ആനയും വാഹനസിംഹവും എല്ലാം ഇങ്ങനെ വളയുകയാണ്. ഏതസ്മിന്നന്തരേ ഭൂപ വിനാശായ സുരദ്വിഷാം ഫവായാമര സിംഹാനാമതിവീര്യാബലാന്വിതാഃ ബ്രഹ്മേശ ഗുഹ വിഷ്ണൂനാം തദൈവേന്ദ്രസ്യ ശക്തയഃ ശരീരേഭ്യോ വിനിഷ്ക്രമ്യ തദ്രൂസ്പൈശ്ചണ്ഡികാം യയൂഹാം. അല്ലയോ സുരത മഹാരാജാവേ, ഈ അവസരത്തിൽ അസുരനാശനത്തിനായിട്ടും ദേവന്മാരുടെ അഭിവൃദ്ധിക്കായിട്ടും ബ്രഹ്മാവിന്റെയും പരമേശ്വരന്റെയും സുബ്രഹ്മണ്യന്റെയും വിഷ്ണുവിന്റെയും ഇന്ദ്രന്റെയും അതിസാമർത്ഥ്യത്തോടും ബലത്തോടും കൂടിയ ശക്തികൾ അവരവരുടെ ശരീരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ആ ബ്രഹ്മാദികളുടെ രൂപങ്ങളോട് കൂടി ചണ്ഡികാദേവിയെ പ്രാപിച്ചു. അങ്ങനെ പറയുകയാണ്, ഈ അവസരത്തിൽ അസുരനാശനത്തിനായിട്ടും ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തിനാണ് ദേവന്മാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ബ്രഹ്മാവിന്റെയും പരമേശ്വരന്റെയും സുബ്രഹ്മണ്യന്റെയും വിഷ്ണുവിന്റെയും ഇന്ദ്രദേവന്റെയും അതിസാമർഥ്യത്തോടു കൂടിയ ബലത്തോടും കൂടിയ ശക്തികൾ അവരവരുടെ ശരീരങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ആ ബ്രഹ്മാദികളുടെ രൂപങ്ങളോട് കൂടി ചണ്ഡികാദേവിയെ പ്രാപിക്കുകയാണ്. അങ്ങനെ ചണ്ഡികാദേവിനെ ഓരോ ദേവന്മാരുടെയും ശക്തികളായിട്ടുള്ള അവർ ഉത്ഭവിച്ചിട്ട് ആ ദേവിയുടെ അടുത്തേക്ക് വരികയാണ്. യസ്യ ദേവസ്യ യദ്രൂപം യദാ ഭൂഷണവാഹനം തദ്വദേവ ഹി തച്ഛക്തിരസുരാൻ യോതുമായയൗ. അതാത് ദേവന്മാരുടെ രൂപത്തോടും ആഭരണങ്ങളോടും വാഹനത്തോടും കൂടി അതാത് ശക്തികൾ അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിന് പുറപ്പെട്ടു. ദേവീ ദാനവ യുദ്ധം ദർശിക്കാനായി വന്നിരിക്കുന്ന ബ്രഹ്മാദികളുടെ ശരീരങ്ങളിൽ നിന്ന് ബ്രഹ്മണ്യാദി ശക്തികൾ പ്രത്യക്ഷപ്പെട്ട് ചണ്ഡികാംശഭൂതകളായി ആകൊണ്ട് ചണ്ഡികാദേവിയെ യുദ്ധത്തിന് ഉത്സാഹിപ്പിക്കുന്നതിനായി പോയി. ഏത് ദേവന് ഏതാകൃതിയോ എന്താഭരണങ്ങളോ ഏത് വാഹനമോ ആ ആകൃതിയോടും ആ ആഭരണങ്ങളോടും ആ വാഹനത്തിൽ കയറി ആ ആയുധങ്ങളെയും ധരിച്ച് ദേവി സന്നിധാനമായ യുദ്ധഭൂമിയെ പ്രാപിച്ചു. അങ്ങനെ ഓരോ ദേവന്മാരിലും നിന്നും ഓരോ ദേവിമാരുത്ഭവിച്ചിട്ട് അതേപോലെയുള്ള ആഭരണങ്ങളും വാഹനങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് ആ ദേവിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ചണ്ഡികാദേവിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഹംസയുക്ത വിമാനാഗ്രേ സാക്ഷ്യസൂത്രകമണ്ഡലൂഹ ആയതാ ബ്രഹ്മണഃ ശക്തിർ ബ്രഹ്മാണി സാഫിദീയതേ. ബ്രഹ്മാവിന്റെ ശക്തിയായ ബ്രഹ്മാണി എന്നറിയപ്പെടുന്ന ദേവി ജപമാലയും ജലപാത്രവും ധരിച്ച് അരയന്നങ്ങളോട് കൂടിയ വിമാനത്തിൽ കയറി വന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ ശക്തിയായിട്ടുള്ള ബ്രഹ്മാണി എന്ന് പറയുന്ന ദേവി എന്ത് ചെയ്യുകയാണ്? ജപമാലയും അതുപോലെ തന്നെ ജലപാത്രവും ധരിച്ചുകൊണ്ട് അരയന്നങ്ങളോട് കൂടിയ വിമാനത്തിൽ കയറി വരികയാണ്. മാഹേശ്വരി വൃഷാരൂഢ ത്രിശൂലവരധാരിണി മഹാഹിവലയാ പ്രാപ്ത ചന്ദ്രരേഖാ വിഭൂഷണ. മഹേശ്വരി ശ്രേഷ്ഠമായ ശൂലായുധത്തോടും മഹാസർപ്പ കങ്കണങ്ങളോടും ചന്ദ്രകലയാകുന്ന ആഭരണത്തോടും കൂടി വൃഷഭത്തിൽ കയറി വന്നു. അങ്ങനെ മഹേശ്വരി ശക്തിയായിട്ടുള്ള ശിവഭഗവാന്റെ ശക്തിയായിട്ടുള്ള ദേവി ശ്രേഷ്ഠമായ ശൂലായുധത്തോടും മഹാസർപ്പ കങ്കണങ്ങളോടും ചന്ദ്രകലയാകുന്ന ആഭരണങ്ങളോടും കൂടി വൃഷഭത്തിന്റെ പുറത്ത് കയറിയിട്ട് വരികയാണ്. കൗമാരി ശക്തിഹസ്താച മയൂരവരവാഹന യോതുമവ്യായയൗ ദൈത്യാനംബികാ ഗുഹരൂപിണീം. അംബികയായി കൗമാരിയായിരിക്കുന്ന ദേവി കയ്യിൽ വേൽ ധരിച്ച് ശ്രേഷ്ഠമായ മയിൽ വാഹനത്തിൽ കയറി സുബ്രഹ്മണ്യ രൂപത്തോടുകൂടി അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിനായി നേരിട്ട് വന്നു. അപ്പം അംബികയായി കൗമാരിയായിട്ടിരിക്കുന്ന ദേവിയാണെങ്കിൽ എന്ത് ചെയ്യണം? കയ്യിൽ വേല് ധരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ മയിൽ വാഹനത്തിൽ ഏറി സുബ്രഹ്മണ്യ രൂപത്തോടുകൂടി അസുരന്മാരോട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് നേരിട്ട് വരികയാണ്. തദൈവ വൈഷ്ണവീ ശക്തിർ ഗരുഡോപരി സംസ്ഥിത ശംഖചക്ര ഗദാ ശാർഗാ ഖഡ്ഗഹസ്താഭ്യുപായയോ. അതുപോലെ തന്നെ വിഷ്ണുവിനെ സംബന്ധിച്ച ശക്തി ഗരുഡന്റെ മുകളിൽ കയറി ശംഖം, ചക്രം, ഗദ, വില്ല്, വാൾ ഇവകളെ ധരിച്ച് വരികയാണ്. അപ്പം അതുപോലെ വിഷ്ണു ഭഗവാന്റെ പത്നിയായിട്ടിരിക്കുന്ന ശക്തി ആ ഗരുഡന്റെ മുകളിൽ കയറിയിട്ട് ശംഖം, ചക്രം, ഗദ, വില്ല്, വാള് തുടങ്ങിയ ആയുധങ്ങളെയൊക്കെ ധരിച്ചുകൊണ്ട് വരികയാണ്. ബാഹുവിർ ഗരുഡാരൂഢ ശംഖചക്ര ഗദാസിനി ശാർഗബാണാധരഹവ്യയാദ വൈഷ്ണവീ രൂപധാരിണി.
അതുകൊണ്ട് ഈ ദേവി 6 കൈകളോട് കൂടിയവളാകുന്നു. ചിലർ വാൾ കക്ഷത്തിലും ആവനാഴി പുറകിലും ധരിച്ചത് കൊണ്ട് ഈ ദേവി 4 കൈകളോട് കൂടിയവളാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ദേവി 6 കൈകളോട് കൂടിയതാണ്. അതുപോലെ തന്നെ ആവനാഴി പുറകിൽ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ദേവി 4 കൈകളോട് കൂടിയവളാണെന്നും പറയുന്നു. തദൈവാഭ്യുപായയൗ സ്വാഹാ യജ്ഞവരാഹമതുലം രൂപം യാ ബിഭ്രതോ ഹരേഹ ശക്തി സാപ്യയയൗ തത്ര വരാഹീം ബിഭ്രതീതനും. തുല്യമില്ലാത്ത യജ്ഞാംഗ കൽപ്പിത സുകരത്തിന്റെ ആകൃതിയെ ധരിക്കുന്ന വിഷ്ണുവിന്റെ യാതൊരു ശക്തിയുണ്ടോ ആ ശക്തിയും വരാഹത്തിന്റെ ശരീരത്തെ ധരിച്ചുകൊണ്ട് അവിടെ വന്നു. അങ്ങനെ വിഷ്ണുവിന്റെ ശക്തിയായിട്ടുള്ള മറ്റൊരു ശക്തിയാണ് വരാഹരൂപം. അങ്ങനെ വരാഹരൂപത്തിലുള്ള വരാഹി ദേവിയും വിഷ്ണുവിന്റെ വരാഹത്തിന്റെ ശരീരത്തെ ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് വരികയാണ്. യജ്ഞവരാഹ ബിഭ്രതി തനും സ്വാഹ നാരസിംഹി നൃസിംഹസ്യ ബിഭ്രതി സദൃശം വപൂഹ പ്രാപ്ത തത്ര സടാക്ഷേപ ക്ഷിപ്തജ്ഞ നക്ഷത്ര സംഹതിയേ. സ്കന്ധകേസരങ്ങളുടെ താടനം കൊണ്ട് ചിതറിക്കിടക്കുന്ന നക്ഷത്ര സമൂഹങ്ങളോടുകൂടിയ നാരസിംഹി ദേവി നൃസിംഹത്തിന് തുല്യമായ ശരീരത്തെ ധരിച്ചുകൊണ്ട് അവിടെ വന്നു. പിന്നെയും വിഷ്ണുവിന്റെ വേറെ ഒരു ശക്തി കൂടി വന്നു എന്ന് പറയുന്നു. അതായത് വിഷ്ണു ഭഗവാന്റെ വേറൊരു ശക്തിയായിട്ടുള്ള നാരസിംഹം, നരസിംഹത്തിൽ നിന്ന് വന്ന നാരസിംഹി ദേവി അങ്ങനെ സിംഹത്തിന്റെ ആ തുല്യമായിട്ടുള്ള ശരീരം ഉള്ള ദേവി അങ്ങനെ ധരിച്ചുകൊണ്ട് ആ യുദ്ധത്തിനായിട്ട് നാരസിംഹി ദേവി വരികയാണ്. നാരസിംഹി സംഹതി സ്വാഹാ വജ്രഹസ്ത തദൈവൈന്ദ്രി ഗജരാജോ പരിസ്ഥിത പ്രാപ്ത സഹസ്രനയന യഥാ ശക്രസ്തൈവസാ. അപ്രകാരം തന്നെ ദേവേന്ദ്രനെ പോലെ വജ്രായുധത്തെ ധരിച്ച് ഐരാവതത്തിൽ കയറി 1000 കണ്ണുകളോട് കൂടിയവളായി ആ ഇന്ദ്രശക്തി വന്നു. അപ്രകാരം തന്നെ ദേവേന്ദ്രന്റെ പത്നിയായിട്ടുള്ള ഇന്ദ്രാണി വജ്രായുധത്തെ ധരിച്ചുകൊണ്ട് ഐരാവതത്തിൽ കയറിയിട്ട് 1000 കണ്ണുകളോട് കൂടിയ ഇന്ദ്രശക്തിയായിട്ട് വരികയാണ്. തതഃ പരിവൃതസ്താഭീരീശാനോ ദേവശക്തിഭിഃ ഹന്യന്താമസുരാഃ ശീഘ്രം മമ പ്രീത്യാവഹ ചണ്ഡികാം. അനന്തരം ആ ദേവശക്തികളാൽ ചുറ്റപ്പെട്ട പരമേശ്വരൻ എന്റെ പ്രീതി നിമിത്തം വേഗത്തിൽ അസുരന്മാരെ ഹനിക്കണമെന്ന് ചണ്ഡികാദേവിയോട് പറഞ്ഞു. അനന്തരം ആ ബ്രഹ്മാദി ദേവശക്തികളാൽ ചുറ്റപ്പെട്ട മഹേശ്വരൻ ശംഭുവായിരിക്കുന്ന എന്റെ സ്നേഹം ഏതുവായിട്ട് അസുരന്മാർ വേഗം ഹനിക്കപ്പെടണം എന്ന് ചണ്ഡികയോട് പറഞ്ഞു. അങ്ങനെ മഹേശ്വരൻ പറയുകയാണ്, പരമേശ്വരൻ പറയണേ എന്റെ പ്രീതി നിമിത്തം വേഗത്തിൽ അസുരന്മാരെ ഹനിക്കണമെന്ന് ചണ്ഡികാദേവിയോട് പറയുകയാണ്. അങ്ങനെ ഈ ദേവശക്തികളെ എല്ലാം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അയച്ചിട്ട് ദേവിയോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം ദേവി വധിക്കണം എന്ന് പറയുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ വിഷ്ണുവും മഹേശ്വരനും ബ്രഹ്മാവും ദേവിയോട് ഈ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം വധിക്കണമെന്ന് പറയുകയാണ്. ബ്രഹ്മേശകുക വിഷ്ണൂനാം തദേന്ദ്രസ്യ ച ശക്തയഃ ശരീരേഭ്യോ വിനിഷ്ക്രമ്യ തദ്രൂപൈ ചണ്ഡികാം യയൂഹ. ദേവശക്തിയുടെ ആഗമനാന്തരം ആ ബ്രഹ്മ്യാദി ശക്തികളാൽ ചുറ്റപ്പെട്ടവളായി സ്വാമിനിയായി ഈശാന ശക്തിയായിരിക്കുന്ന ചണ്ഡികാദേവി ദേവശക്തികളോട് നിങ്ങൾ എന്റെ പ്രീതിക്ക് വേണ്ടി വേഗത്തിൽ അസുരന്മാരെ നിഗ്രഹിക്കണം എന്ന് പറഞ്ഞു എന്ന് താല്പര്യമായും വരും. അങ്ങനെ ദേവിയോട് പറയുകയാണ്, എന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ എല്ലാം ദേവി വധിക്കണം. അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ ശക്തിയായിട്ടുള്ള ദേവിമാരെ എല്ലാം ദേവിയുടെ സഹായത്തിനായിട്ട് അയച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. തതോ ദേവി ശരീരാത്തു വിനിഷ്ക്രാന്താഭീഷണ ചണ്ഡികാ ശക്തിരത്യുഗ്ര ശിവാശതനിദാദിനീം. അനന്തരം ചണ്ഡികാ ശരീരത്തിൽ നിന്ന് അതിഭയങ്കരിയായി അതിരൗദ്രയായി അനേകം ശൃഗാലങ്ങളുടെ ശബ്ദത്തോട് കൂടിയവളായിരിക്കുന്ന ചണ്ഡികാശക്തി ഉണ്ടായി. അങ്ങനെ ദേവിയിൽ നിന്ന് ചണ്ഡികാശക്തിയും ഉണ്ടാവുകയാണ്.
യസ്യ ദേവസ്യ യദ്രൂപം യഥാഭൂഷണവാഹനം തദ്വദേവ ഹി തച്ചക്തിരസുരാൻ യോതുമായയോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചണ്ഡികാകൃതിയായി ശിവ എന്നു പേരോട് കൂടിയവളായി സർവത ശബ്ദായമാനയായിരിക്കുന്ന ചണ്ഡികാശക്തി വിനുഗമിച്ചു എന്ന് താല്പര്യം. അങ്ങനെ ശിവഭഗവാന്റെ ശക്തിയായിട്ടുള്ള ചണ്ഡികാദേവി ആ ശിവശക്തിയിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറയുകയാണ്. തദോ ദേവി നിദാദീനി ദീനി സ്വാഹാം സാ ചാഹ ധൂമ്രജടിലമീശാനമപരാജിതാ ദൂതത്വം ഗച്ഛ ഭഗവാൻ പാർശ്വം ശുംഭ നിശുംഭയോഹ. ആരാലും ജയിക്കപ്പെടാത്തവളായ ആ ചണ്ഡികാദേവി ചെമ്പിച്ച ജടയോടുകൂടിയ പരമേശ്വരനോട്, അല്ലയോ ഭഗവാനെ, ഭവാൻ ദൂതനായിട്ട് ശുംഭ നിശുംഭന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ആരാലും ജയിക്കപ്പെടാത്തവളായ ആർക്കും ജയിക്കാൻ കഴിയാത്ത ആ ചണ്ഡികാദേവി പറയുകയാണ്, പരമേശ്വരനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ഭഗവാൻ ദൂതനായിട്ട് ശുംഭ നിശുംഭന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും. ഭഗവാൻ ഒരു ദൂതനായിട്ട് ആ ശുംഭ നിശുംഭന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും, അവരോട് ചെന്ന് പറഞ്ഞാലും എന്ന് പറയുകയാണ്. ബ്രൂഹി ശുംഭ നിശുംഭച്ച ദാനവാവതി ഗർഭിതൗ യേ ചാന്യേ ദാനവസ്തത്ര യുദ്ധായ സമുപസ്ഥിതാം. അല്ലയോ ഭഗവാനെ, അല്ലയോ രുദ്ര, ദേവന്മാരെ ജയിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് തുല്യമായി യുദ്ധശൂരന്മാർ ആരുമില്ല എന്നുള്ള അഹങ്കാരത്തോടു കൂടിയവരായിരിക്കുന്ന ശുംഭ നിശുംഭന്മാരെ എന്ന അസുരന്മാരോട് മേൽ പറയാൻ പോകുന്ന പോലെ ഹിതത്തെ ഉപദേശിച്ചാലും, കൂടാതെ ആ ശുംഭ നിശുംഭന്മാരുടെ പക്ഷത്തിൽ യുദ്ധശൂരന്മാരാണെന്ന് നടിച്ചും കൊണ്ട് അഹങ്കാരികളായി യുദ്ധത്തിന് വന്നിരിക്കുന്ന മറ്റുള്ള പ്രധാനികളായ ദാനവന്മാരോടും ഹിതത്തെ ഉപദേശിച്ചാലും. ത്രൈലോക്യമിന്ദ്രോലവതാം ദേവഃ സന്തു ഹവിർഭുജഃ യൂയം പ്രയാത പാതാളം യദി ജീവിതുമിച്ഛതാം. നിങ്ങൾ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാതാളത്തെ പ്രാപിച്ചാലും ദേവേന്ദ്രന് ത്രൈലോക്യത്തെയും ലഭിക്കട്ടെ. ദേവന്മാർ ഹവിർഭുക്കളായി ഭവിക്കട്ടെ. അല്ലയോ ശുംഭാദികളായ അസുരന്മാരെ, നിങ്ങൾ എല്ലാ ജീവനോട് കൂടി ഇരിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ പാതാളത്തിങ്കൽ ഗമിക്കുക. ഇന്ദ്രൻ ത്രൈലോക്യത്തെ പ്രാപിക്കട്ടെ. ഇന്ദ്രാദി ദേവന്മാർ യാഗങ്ങളിൽ ആവിർഭാവങ്ങളെ ഭക്ഷിക്കുന്നവരായും തീരട്ടെ. അങ്ങനെ ഭഗവാൻ ആ ശുംഭ നിശുംഭന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ജീവനില് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പാതാള ലോകത്തിലേക്ക് ഒളിച്ചോടി പൊയ്ക്കോളൂ. എന്നിട്ട് ദേവന്മാർക്ക് തന്റെ ത്രൈലോക്യങ്ങളെയും ദേവന്മാർക്ക് കൊടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഓടി പാതാളത്തിലേക്ക് പൊയ്ക്കോളൂ എന്നാണ് പറയുന്നത്. ബലാബലേ പാദദച്ഛേൽ ഭവന്തോ യുദ്ധകാംക്ഷിണഃ തഥാ ഗച്ഛത തൃപ്യന്തോ മച്ചിവാഹ പിശിതേനവാം. അല്ലെങ്കിൽ അസുരന്മാരായിരിക്കുന്ന നിങ്ങൾ ബലം കൊണ്ടുള്ള ഗർവനിമിത്തം യുദ്ധാഗ്രഹികളായി ഭവിക്കുന്നു എങ്കിൽ എന്നോടുകൂടി യുദ്ധത്തിനായി വന്നാലും നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കും. എന്റെ പരിവാരങ്ങളായ ശൃഗാലങ്ങൾ യുദ്ധത്തിൽ ഖണ്ഡിക്കപ്പെട്ടവരായ നിങ്ങളുടെ മാംസം ഭക്ഷിച്ച് തൃപ്തിപ്പെടട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ യുദ്ധത്തിനായിട്ട് എന്നോടും എൻ്റെ ദേവിമാരോടും യുദ്ധത്തിനായിട്ട് വന്നോളൂ. യുദ്ധത്തിനായിട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെ എല്ലാം അവര് ഭക്ഷിക്കുന്നു. എൻ്റെ യുദ്ധത്തിലുള്ള ആരൊക്കെയാണ് എൻ്റെ പരിവാരങ്ങളെല്ലാം തന്നെ നിങ്ങളെല്ലാം ഭക്ഷിക്കുന്നതായിരിക്കും. അങ്ങനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട, പോയി പാതാളത്തിൽ ഒളിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ വന്നോളൂ. നിങ്ങൾ യുദ്ധത്തിനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം എൻ്റെ പരിവാരങ്ങളായിട്ടുള്ള ദേവിമാരെല്ലാം കൂടി ഭക്ഷിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ്. കുക്കുരാച്ച ശ്രീകാലാഞ്ച ഹരിണാച്ച തദാവയഃ പ്രിയാ ഭവന്തി ശക്തീനാം ഭൈരവാണാഞ്ച വൈ തദാം. ബലാബലേ പിശിതേന ഹവ സ്വാഹ യദോ നിക്തോ ദൗത്യേന തയാ ദേവ്യാ ശിവ സ്വയം ശിവദ്യൂതീതി ലോകേ സ്മതിം തതഃ സാഖ്യാതിമാഗത. യാതൊരു കാരണത്താൽ ആ ദേവിയാൽ താനെ തന്നെ ശിവൻ ദൂതഭാവത്തോടു കൂടി നിയോഗിക്കപ്പെട്ടുവോ അത് നിമിത്തം ആ ചണ്ഡികാദേവി ഈ മനുഷ്യലോകത്തിൽ ശിവദൂതി എന്ന് ഖ്യാതിയെ പ്രാപിച്ചു. അങ്ങനെ ശിവഭഗവാനെ ദൂതനായിട്ട് അയച്ചത് കൊണ്ട് തന്നെ ആ ചണ്ഡികാദേവി ശിവദൂതി എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ്. യതോ ഖ്യാതിമാഗതോ മ്യാഗത സ്വാഹ തേഹ വിശ്രുത്വാ വജോ ദേവ്യാ ശർവാഖ്യാതം മഹാസുരാഹ അമർഷാ പൂരിതാ ജഗ്മുര്യതഃ കാർത്യായനീ സ്ഥിതാം.
ആ ശുംഭാദി മഹാസുരന്മാരും പരമേശ്വരനാൽ പറയപ്പെട്ട ചണ്ഡികാ ശക്തിയുടെ സന്ദേശവാക്കിനെ കേട്ട് അതികോപത്തോടു കൂടിയവരായിട്ട് ആ ദേവി ഇരിക്കുന്ന ദിക്കിൽ ഗമിച്ചു. അങ്ങനെ ഈ ദുഷ്ടന്മാരായിട്ടുള്ള ശുംഭ നിശുംഭന്മാര് പരമേശ്വരന്റെ വാക്ക് കേട്ടിട്ട് ദേവിയുടെ നേർക്ക് അതികോപത്തോടു കൂടിയവരായിട്ട് യുദ്ധത്തിന് ദേവിയുടെ നേർക്ക് വരികയാണ്. തതഃ പ്രഥമവേവാഗ്രേ ശരശക്ത്യാഷ്ടിവൃഷ്ടിഭിഃ ബവർഷുരുദ്ധതാമർഷാസ്തതാം ദേവീം മമാരയഃ. അനന്തരം ശുംഭാദ്യസുരന്മാർ വർദ്ധിച്ചിരിക്കുന്ന കോപത്തോടു കൂടിയവരായിട്ട് ആദ്യം തന്നെ ആ ദേവിയുടെ ഉരസിൽ ബാണങ്ങളുടെയും വേലുകളുടെയും ഋഷികളുടെയും കൂട്ടത്തെ വർഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ശുംഭ നിശുംഭന്മാര് കോപത്തോടുകൂടി ഇരിക്കുന്നവരായിട്ട് ആദ്യം തന്നെ ദേവിയുടെ ഉരസില് ബാണങ്ങളുടെയും വേലുകളുടെയും ഋഷികളുടെയും കൂട്ടങ്ങളെ, അങ്ങനെയുള്ള ഋഷികളുടെയും കൂട്ടങ്ങളെയും ബാണങ്ങളെയൊക്കെ ദേവിയുടെ നേർക്കിങ്ങനെ വർഷിക്കുകയാണ്. സാജതാൻ പ്രഹിതാൻ ബാണാൻ ശൂലശക്തി പരശ്വതാൻ ചിച്ചേദലീലയാത്മാദദാ നിർമുർമക്തൈർഹേഷുഭിഃ. ആ ചണ്ഡികാദേവി അസുരന്മാരാൽ പ്രയോഗിക്കപ്പെട്ട ബാലം, ശൂലം, ബാണം, വേൽ, കോടാലി ഇവകളെ വില്ലുവലിച്ച് എയ്ത മഹത്തായിരിക്കുന്ന ബാണങ്ങളെ കൊണ്ട് കളിയായിട്ട് ഛേദിച്ചു. അങ്ങനെ ഇങ്ങനെ അയച്ച ആ ബാണങ്ങളെയും വേലിനെയും എല്ലാം ദേവി എന്ത് ചെയ്യുകയാണ്? നിഷ്പ്രയാസം തന്നെ തന്റെ വേലുകൊണ്ട് വില്ല് കുലച്ച് എന്ത് ചെയ്യുകയാണ്? ഇതിനെല്ലാം നിഷ്പ്രയാസം നശിപ്പിക്കുകയാണ്. തസ്യാഗ്രസ്തദാ കാളി ശൂലപാദവിദാരിതാൻ ഖഡ്വാംഗപ്പോദിതാം ചാന്യാൻ കുർവതീവ ചരത്തഥാം. അപ്പോൾ അപ്രകാരം തന്നെ ആ കാളിദേവി ചിലരെ ശൂലപാദം കൊണ്ട് പിളർക്കപ്പെട്ടവരാക്കിയും മറ്റു ചിലരെ ഖഡ്വാംഗം കൊണ്ട് മർദ്ദിക്കപ്പെട്ടവരാക്കിയും ചെയ്തുകൊണ്ട് ആ ദേവിയുടെ മുമ്പിൽ സഞ്ചരിച്ചു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? മറ്റു ചിലരെ ആ കാളിദേവി എന്ത് ചെയ്യണം? ശൂലപാദം കൊണ്ട് മർദ്ദിക്കുകയും ഖഡ്വാംഗം കൊണ്ട് മർദ്ദിക്കുകയും ശൂലം കൊണ്ടിങ്ങനെ അവരുടെ ശരീരത്തെ പിളർക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കമണ്ഡലുജലാക്ഷേപ ഹതവീര്യാൻ ഹദൗജസഃ ബ്രഹ്മാണി ചാഗരോത്രത്രൂൻ യേന സ്മദാവതി. ആ യുദ്ധത്തിൽ ബ്രഹ്മാണിയും സഞ്ചരിച്ച ദിക്കിലെല്ലാം കമണ്ഡലുവിൽ നിന്നും എടുക്കുന്ന ജലപ്രോഷണം കൊണ്ട് ശത്രുക്കളെ വീര്യമില്ലാത്തവരാക്കിയും ഓജസ്സില്ലാത്തവരാക്കിയും തീർത്തു. അങ്ങനെ ആ ബ്രഹ്മാണി ദേവി എന്ത് ചെയ്യുകയാണ്? തന്റെ കമണ്ഡലുവിൽ നിന്നുള്ള അതെടുത്തിട്ട് ആ യുദ്ധത്തിലുള്ളവരൊക്കെ എല്ലാം നേർക്കെ ഇങ്ങനെ അയച്ചിട്ട് അവർക്ക് ശക്തിയൊന്നും ഇല്ലാത്ത വെറും വീര്യമില്ലാത്ത അവരാക്കി ആ ശത്രുക്കളെ എല്ലാം മാറ്റുകയാണ്. മഹേശ്വരി ത്രിശൂലേന തഥാ ചക്രേണ വൈഷ്ണവി ദൈത്യാൻ ജഗാന കൗമാരി തഥാ ശക്ത്യാഹതി കോപനാം. ആ യുദ്ധത്തിൽ മഹേശ്വരി ത്രിശൂലം കൊണ്ടും അതുപോലെ തന്നെ വൈഷ്ണവി ചക്രം കൊണ്ടും അപ്രകാരം തന്നെ അതികോപിഷ്ടയായ കൗമാരി വേൽ കൊണ്ടും അസുരന്മാരെ നിഗ്രഹിച്ചു. അങ്ങനെ യുദ്ധത്തിൽ മഹേശ്വരി ദേവി ശിവഭക്തിയായിരിക്കുന്ന മഹേശ്വരി ദേവി തന്റെ ത്രിശൂലം കൊണ്ടും അതുപോലെ തന്നെ വൈഷ്ണവി ദേവി വിഷ്ണുഭക്തിയായിരിക്കുന്ന വൈഷ്ണവി ദേവി തന്റെ സ്ത്രീചക്രം തന്റെ ചക്രം കൊണ്ടും സുദർശന ചക്രം കൊണ്ടും അപ്രകാരം തന്നെ അതികോപിഷ്ടയായിട്ടുള്ള കൗമാരി ദേവി വേലുകൊണ്ടും ആ അസുരന്മാരെയെല്ലാം ആ ദുഷ്ടന്മാരായ അസുരന്മാരെയെല്ലാം നിഗ്രഹിക്കുകയാണ്. ഐന്ദ്രീകുലിശപാതേന ശതശോ ദൈത്യദാനവാഹ ഭേദുർവിദാരിതാ ഭൂമൗ രുതിരൗഘ പ്രവർഷിണഃ. അങ്ങനെ ഇന്ദ്രശക്തിയായ ദേവതയുടെ വജ്രായുധം കൊണ്ടുള്ള ആഘാതം നിമിത്തം അസംഖ്യം ദൈത്യദാനവന്മാർ പിളർക്കപ്പെട്ടവരായി രക്തസമൂഹത്തെ വർഷിച്ചുകൊണ്ട് ഭൂമിയിൽ വധിച്ചു. അങ്ങനെ ഇന്ദ്രശക്തിയിൽ ദേവതയായിട്ടുള്ള ഇന്ദ്രാണി ദേവിയുടെ വജ്രായുധത്തെ കുറിച്ച് അറിയാലോ, അത്രയും പവർഫുൾ ആണ്. അപ്പം ആ വജ്രായുധം കൊണ്ട് തന്നെ ആ ഘാത നിമിത്തം തന്നെ അസംഖ്യം ഒരുപാട് ദൈത്യന്മാരെല്ലാം പിളർക്കപ്പെട്ടവരായിട്ട് വധിക്കപ്പെടുകയാണ്. തുണ്ടപ്രഹാര വിദ്വസ്ത ദ്രംഷ്ടാഗ്രക്ഷത വക്ഷസഃ വരാഹമൂർത്യാ നൃപതം ചക്രേണ ചാവിദാരിതാഃ. വരാഹമൂർത്തിയായ ദേവി മുഖം കൊണ്ട് അടിച്ചും ദ്രംഷ്ടങ്ങളുടെ അറ്റങ്ങൾ കൊണ്ട് മാറിടം കീറിയും ചക്രായുധം കൊണ്ട് പിളർന്നും അസുരന്മാരെ വീഴ്ത്തി. അങ്ങനെ വരാഹി ദേവി എന്ത് ചെയ്യുകയാണ്? തന്റെ മുഖം കൊണ്ട് ഇങ്ങനെ ദുഷ്ടന്മാരായ അസുരന്മാരെ എല്ലാം അടിച്ചും ദ്രംഷ്ടകളെ കൊണ്ട് അവരുടെ മാറിടങ്ങളെല്ലാം കീറിയും ചക്രായുധം കൊണ്ട് പിളർന്നും അസുരന്മാരെ എല്ലാം വീഴ്ത്തുകയാണ്.
നഖൈർവിദാരിതാം ചന്യാൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹി ചാരാജൗ നാദാ പൂർണ്ണ ദിഗംബരാം. നാരസിംഹി ചില മഹാസുരന്മാരെ നിഗങ്ങളാൽ കീറിക്കൊണ്ടും മറ്റു ചിലരെ ഭക്ഷിച്ചുകൊണ്ടും നാദം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോടും ആകാശത്തോടും കൂടിയവളായിട്ട് ആ യുദ്ധത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ നാരസിംഹി ദേവി എന്ത് ചെയ്യണം, ആ മഹാസുരന്മാരെല്ലാം തന്റെ നെഗങ്ങൾ കൊണ്ട്, ആ കൂർത്ത നെഗങ്ങൾ കൊണ്ടെല്ലാം ഇങ്ങനെ കീറിയും മറ്റു ചിലരെ ഭക്ഷിച്ചും നാദം കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിഗ്ഭാഗങ്ങളോടും ആകാശത്തോടും കൂടിയവളായിട്ട് ആ യുദ്ധത്തിൽ സഞ്ചരിക്കുകയാണ്. അതിഭയങ്കരമായിട്ടുള്ള രൂപമൊക്കെ എടുത്ത് ആ നാരസിംഹി രൂപി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നരസിംഹാവതാരമായ വിഷ്ണു ഭഗവാന്റെ ശക്തിയായ മഹാവീര്യത്തോടു കൂടിയ നാരസിംഹി ദേവത അസുരന്മാരെ നെഗങ്ങളാകുന്ന ആയുധങ്ങളെ കൊണ്ട് കീറിക്കൊണ്ടും ചില മഹാസുരന്മാരെ ഭക്ഷിച്ചുകൊണ്ടും ദിഗ്ഭാഗങ്ങളെയും ആകാശത്തെയും നാദം കൊണ്ട് നിറച്ചുകൊണ്ടും ആ യുദ്ധത്തിൽ സഞ്ചരിച്ചു. ചണ്ഡാട്ടഹാസൈരസുരാഹ ശിവദൂത്യാഭിഭൂഷിതാഹ പേർദുവിദാരിതാ ഭൂമൗ താം ചഖാദാദസാതതാം. ശിവദൂതിയുടെ ഭയങ്കരമായ അട്ടഹാസം കേട്ട് ഭയപ്പെട്ട് ഭൂമിയിൽ പതിച്ച അസുരന്മാരെ ഉടനെ തന്നെ ആ ദേവി കീറി ഭക്ഷിച്ചു. അങ്ങനെ ശിവദൂതിയായിട്ടുള്ള ദേവി ഇങ്ങനെ ഘോരമായിട്ട് അട്ടഹസിക്കുകയാണ്. അട്ടഹാസം കണ്ടിട്ട് പേടിച്ച് വിറച്ചിട്ട് ഓടുന്ന ആ അസുരന്മാരെയെല്ലാം ദേവി എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കീറി അവരുടെ ശരീരത്തേക്ക് കീറിയിട്ട് ദേവി ഭക്ഷിക്കുകയാണ്. ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ടാഭ്യുപായർവിവിധൈർദേവാരി സൈനികാഹ. ഇപ്രകാരം പലവിധ യുദ്ധോപായങ്ങളെ കൊണ്ട് മഹാസുരന്മാരെ മർദ്ദിക്കുന്നവരും കോപിച്ചവരുമായ ആ അഷ്ടമാതൃക്കളെ കണ്ടിട്ട് അസുര സൈന്യങ്ങൾ ഓടിപ്പോയി. അങ്ങനെ ഇപ്രകാരം പല വിധത്തിലുള്ള യുദ്ധോപായങ്ങളെ കൊണ്ട് മഹാസുരന്മാരെയെല്ലാം മർദ്ദിക്കുകയും വധിക്കുകയും ഭക്ഷിക്കുകയും കീറുകയും ഒക്കെ കണ്ടിട്ട് കോപിച്ചവരായ അത്രയും കോപിഷ്ഠരായിട്ട് നടക്കുന്ന ആ അഷ്ടമാതൃക്കളെ കണ്ടിട്ട് ബാക്കിയുള്ള അസുര സൈന്യങ്ങളെല്ലാം ഇങ്ങനെ ഓടിപ്പോവുകയാണ്, പരക്കം പാഞ്ഞ് ഓടുകയാണ്. ബ്രഹ്മാണി വൈഷ്ണവി രൗദ്രി കൗമാരി ശിവദൂതിക ഐന്ദ്രി ച നാരസിംഹിക വാരാഹി ച ഷട്മാതരഹ. അപ്പൊ ഇതൊക്കെയാണ് അഷ്ടമാതൃക്കൾ എന്ന് പറയുന്നത്. അഷ്ടമാതൃക്കളാണ് ബ്രഹ്മാണി ദേവി, വൈഷ്ണവി ദേവി, രൗദ്രി ദേവി, കൗമാരി ദേവി, ശിവദൂതിക ദേവി, ഐന്ദ്രീച്ച ദേവി, നാരസിംഹിക ദേവി, വരാഹി ദേവി. ഇത്രയും ദേവിമാരാണ് അഷ്ടമാതൃക്കൾ എന്ന് പറയുന്നത്. പലായന പരാൻ ദൃഷ്ട ദൈത്യാൻ മാതൃഗണാർദിതാൻ യോധുമഫ്യായയോ ക്രുദ്ധോ രക്തബീജോ മഹാസുരഃ. രക്തബീജൻ എന്ന മഹാസുരൻ മാതൃഗണങ്ങളാൽ മർദ്ദിക്കപ്പെട്ട അസുരന്മാർ ഓടിപ്പോകുന്നത് കണ്ട് കോപിച്ച് യുദ്ധത്തിനായി വന്നു. ഭാഗിനേയോ മഹാവീര്യസ്തയോ ശുംഭ നിശുംഭയോഹ ക്രോധവത്യാഹ സുതോ ജ്യേഷ്ഠോ മഹാബല പരാക്രമഃ. അങ്ങനെ ഈ അസുരന്മാരെല്ലാം ഇങ്ങനെ ഈ ബ്രഹ്മണ്യാധി മാതൃക്കളാൽ പീഡിക്കപ്പെട്ടിട്ട് യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോകുന്നത് കണ്ടിട്ട് അത് കണ്ടിട്ട് ഈ രക്തബീജ മഹാസുരന് വളരെയധികം കോപമുണ്ടാകുകയാണ്. അങ്ങനെ ഈ ദുഷ്ടനായിട്ടുള്ള രക്തബീജൻ ഇങ്ങനെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് വരികയാണ്, ദേവിയുടെ നേർക്ക് വരികയാണ്. രക്തബിന്ദുരുദ്യമാ ഭൂമൗ പദസ്ത്യസ്യാ ശരീരതഃ സമുൽപതതി മേദിന്യാസ്തൽ പ്രമാണോ മഹാസുരഃ. ഈ രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് എപ്പോൾ ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിക്കുന്നുവോ അപ്പോൾ തന്നെ അവനെ പോലെ ഒരു മഹാസുരൻ ആ ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പൊ ഈ രക്തബീജനെ എപ്പോഴാണ് ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം താഴെ വീഴുന്നതോ ആ രക്തത്തിൽ നിന്ന് വീണ്ടും അസുരന്മാര് ഉണ്ടാകുന്നതാണ്. അവനെ പോലെയുള്ള മഹാസുരന്മാര് വീണ്ടും വീണ്ടും ഇരിക്കുന്നതാണ്. അങ്ങനെ ഒരു വരം ഈ രക്തബീജൻ വാങ്ങിയിട്ടുണ്ട്. യുയുദേസാഗതപാണിരീന്ദ്ര ശക്ത്യാ മഹാസുരാഹ തദച്ചൈന്ദ്രീ സ്വവജ്രേണ രക്തബീജമഥാടയൽ. ആ രക്തബീജ മഹാസുരൻ കയ്യിൽ ഗദ ധരിച്ചുകൊണ്ടും ഐന്ദ്രിയോടുകൂടി യുദ്ധം ചെയ്തു. അനന്തരം ഐന്ദ്രി തന്റെ വജ്രായുധം കൊണ്ട് രക്തബീജനെ താടിച്ചു. അങ്ങനെ ആ മഹാസുരൻ എന്ത് ചെയ്യണം, തന്റെ ഗദ കയ്യിൽ ധരിച്ചുകൊണ്ട് ഐന്ദ്രി ശക്തിയായിട്ടുള്ള ഇന്ദ്രാണി ദേവിയോട് യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ അനന്തരം ആ ഇന്ദ്രശക്തിയായ ദേവത നിജായുധമായ തന്റെ കുലിശം കൊണ്ട് ആ രക്തബീജ മഹാസുരനെ, ആ ഗദ കൊണ്ട് ആ രക്തബീജ മഹാസുരനെ ഇങ്ങനെ താടിക്കുകയാണ്, മർദ്ദിക്കുകയാണ്. കുലിശേനാഹതസ്യാശു ബഹുസുസ്രാവ ശോണിതം സമുത്തസ്തുസ്തദോ യോധാസ്തത്ര ദ്രൂപാസ്തരൽ പരാക്രമാം.
വജ്രായുധം കൊണ്ട് താടിതനായ രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് വളരെ രക്തം പ്രവഹിച്ചു. ആ രക്തത്തിൽ നിന്ന് അവന്റെ രൂപത്തോടും പരാക്രമത്തോടും കൂടിയവരായ യോദ്ധാക്കൾ ഉത്ഭവിച്ചു. അങ്ങനെ ഐന്ദ്രീ ദേവി അവനെ താടിച്ചപ്പോൾ ആ താടനത്തിൽ നിന്ന് രക്തമുണ്ടാവുകയും ആ രക്തം തറയിൽ വീഴുന്നതോടുകൂടി ആ രക്തത്തിൽ നിന്ന് വീണ്ടും മഹാസുരനായിട്ടുള്ള ആ ദുഷ്ടനായിട്ടുള്ള രക്തബീജാസുരന്മാര് വീണ്ടും ഉണ്ടാവുകയാണ്. യാവന്തഃ പതിതാത്സസ്യ ശരീന്ദ്ര രക്തബിന്ദവഃ യാവന്തഃ പതിത്താസ്തസ്യ ശരീരാദ്രക്തബിന്ദവഃ താവന്തഃ പുരുഷാ ജാതാസ്തദൈർഘ്യാര്യാ ബലവിക്രമാ. ആ രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് എത്രത്തോളം ചോരത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചുവോ അവനെ പോലെ വീര്യബല പരാക്രമത്തോട് കൂടിയവരായ അത്രത്തോളം പുരുഷന്മാരുണ്ടായി. അപ്പം എത്രത്തോളം രക്തമാണോ ആ രക്തബീജന്റെ ശരീരത്തിൽ നിന്നും പതിച്ചത് അത്രത്തോളം തന്നെ ആ വീര്യബല പരാക്രമത്തോട് കൂടിയിട്ടുള്ള അത്രത്തോളം പുരുഷന്മാര് ഉണ്ടാവുകയാണ്. തേ ചാഭിയുയുധസ്തത്ര പുരുഷാരക്ത സംഭവാഹ സമം മാതൃഭിരത്യുഗ്ര ശസ്ത്രപാതാതിഭീഷണം. ആ യുദ്ധത്തിൽ രക്തത്തിൽ നിന്നും ഉണ്ടായവരായ അസുരന്മാരും മാതൃക്കളോടുകൂടി അത്യുഗ്രങ്ങളായിരിക്കുന്ന ശസ്ത്രപാതം നിമിത്തം അതിഭയങ്കരമാകും വണ്ണം പോർ ചെയ്തു. എന്നിട്ട് അതിൽ നിന്നുണ്ടായ ആ ദുഷ്ടന്മാരായിട്ടുള്ള രക്തബീജന്മാരെല്ലാരും കൂടി ചേർന്നിട്ട് അതിഘോരമായിട്ട് ദേവിമാരോടെല്ലാം യുദ്ധം ചെയ്യുകയാണ്. പുനശ്ച വജ്രപാതേന ശതമസ്യ ശിരോ യദാ വവാഹ രക്തം പുരുഷാസ്തതോ ജാതഃ സഹസ്രശഃ. പിന്നെയും വജ്രായുധമേറ്റ ഈ രക്തബീജന്റെ ശരീരം മുറിഞ്ഞപ്പോൾ രക്തം പ്രവഹിച്ചു. ആ രക്തപ്രവാഹത്തിൽ നിന്ന് അസംഖ്യം അസുരന്മാരുണ്ടായി. പിന്നെയും ഈ രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് രക്തം പ്രവഹിക്കുകയാണ്. അതിൽ നിന്ന് വീണ്ടും ആ രക്തബീജന്മാരായിട്ടുള്ള ആ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൈഷ്ണവീ സമരേ ചൈനം ചക്രാണാഭിജഗാനഃ ഗദായാ താടയാമാസ ഐന്ദ്രീ തമസുരേശ്വരം. യുദ്ധത്തിൽ വൈഷ്ണവി ഈ രക്തബീജനെ ചക്രായുധം കൊണ്ട് അഭിഹനിച്ചു. ഐന്ദ്രി ആ അസുരശ്രേഷ്ഠനെ ഗദ കൊണ്ട് താടിച്ചു. അങ്ങനെ യുദ്ധത്തിൽ വൈഷ്ണവി ശക്തിയായിട്ടുള്ള ദേവി എന്ത് ചെയ്യുകയാണ്? ഈ രക്തബീജനെ വൈഷ്ണവായുധം കൊണ്ട് തന്റെ വൈഷ്ണവായുധം കൊണ്ട് വൈഷ്ണവി ദേവി ഇങ്ങനെ താടിക്കുകയാണ്. പിന്നെ ചക്രം കൊണ്ട് വൈഷ്ണവായുധമായ ചക്രം കൊണ്ട് ദേവി ആ അസുരനെ ഹിംസിക്കുകയാണ്. എന്നിട്ട് ഐന്ദ്രി ആയിരിക്കുന്ന ശക്തി എന്ത് ചെയ്യാണ്? ഗദ കൊണ്ട് ആ ദുഷ്ടനായ രക്തബീജനെ താടിക്കുകയാണ്. വൈഷ്ണവീമസുരേശ്വരം സ്വാഹ വൈഷ്ണവീ ചക്രഭിന്നസ്യ രുധിരസ്രാവ സംഭവൈഃ സഹസ്രശോ ജഗദ്വ്യാപ്തം തൽപ്രമാണൈർമഹാസുരൈഃ. വൈഷ്ണവി ദേവിയുടെ ചക്രായുധം കൊണ്ട് മുറിക്കപ്പെട്ട രക്തബീജന്റെ രക്തപ്രവാഹ സംഭവന്മാരായി അവനെ പോലെയുള്ളവരായി ഇരിക്കുന്ന അനേകായിരം മഹാസുരന്മാരെ കൊണ്ട് ജഗത്ത് നിറയപ്പെട്ടു. അങ്ങനെ വൈഷ്ണവി ദേവി തന്റെ ചക്രം കൊണ്ട്, തന്റെ സുദർശന ചക്രം കൊണ്ട് ഈ ദുഷ്ടനായിട്ടുള്ള ആ രക്തബീജന്റെ തലയൊക്കെ അറുക്കുകയാണ്. തല അറുക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ ശിരസ് അറുത്ത ആ രക്തം വീഴുമ്പോൾ അതിൽ നിന്നും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആയിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള രക്തബീജന്മാര് വീണ്ടും ഉണ്ടാവുകയാണ്. ശൈത്യാജഗാന കൗമാരി വാരാഹി ച തദാസിന മഹേശ്വരി ത്രിശൂലേന രക്തബീജം മഹാസുരം. ആ രക്തബീജ മഹാസുരനെ കൗമാരി വേലുകൊണ്ടും അപ്രകാരം തന്നെ വാരാഹി വാൾ കൊണ്ടും മഹേശ്വരി ത്രിശൂലം കൊണ്ടും താടിച്ചു. അങ്ങനെ ആ രക്തബീജ മഹാസുരനെ കൗമാരി ദേവി വേലുകൊണ്ടും അപ്രകാരം തന്നെ വരാഹി ദേവി തന്റെ വാളുകൊണ്ടും മഹേശ്വരി ദേവിയാണെങ്കിൽ ത്രിശൂലം കൊണ്ടും താടിക്കുകയാണ്. താടയാമാസ ഹൃദയേന ചപാല തദാപി സഹ എന്ന് ഒരു അർദ്ധ ശ്ലോകം കൂടി ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ശക്ത്യാജഗാന മഹാസുരം സ്വാഹ സ ചാബി ഗദയാ ദൈത്യഃ സർവ ഏവാഹനൽ പൃഥക് മാതൃകാ കോപ സമാവിഷ്ടോ രക്തബീജോ മഹാസുരഃ. ആ രക്തബീജ മഹാസുരനായ ദൈത്യൻ കോപത്തോടു കൂടി എല്ലാ മാതൃക്കളെയും വേറെ വേറെ ഗദ കൊണ്ട് താടിച്ചു. അങ്ങനെ ആ രക്തബീജനായിട്ടുള്ള ദൈത്യനായിട്ടുള്ള മഹാസുരൻ എന്ത് ചെയ്യണം? കോപത്തോടു കൂടി എല്ലാ മാതൃക്കളെയും വേറെ വേറെ ഗദ കൊണ്ട് ഇങ്ങനെ താടിക്കുകയാണ്. തസ്യാഹാദസ്യ ബഹുധാ ശക്തിശൂലാദിർഫിർഫുവി പപാദ യോ വൈ രക്തൗ കസ്തേനാസ്തച്ഛത്തോ ശതശോസുരാഹ. അപ്പം വേൽ, ശൂലം മുതലായ ആയുധങ്ങളാൽ പലവിധത്തിൽ താടിക്കപ്പെട്ട രക്തബീജൻ രക്തസമൂഹം ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് അസംഖ്യം അസുരന്മാരുണ്ടായി. അങ്ങനെ ഈ വേലും ശൂലവും ഒക്കെ കൊണ്ട് ഇങ്ങനെ എത്രത്തോളം മർദ്ദന ഏൽക്കുന്നുണ്ടോ, എത്രത്തോളം രക്തം ആ ദുഷ്ടനായ രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്നോ അത്രയും രക്തബീജനായിട്ടുള്ള അസുരന്മാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
തൈശാസുരാസൃക് സംഭൂതരൈ സുരൈഹ സകലം ജഗൽ വ്യാപ്തമാസി തതോ ദേവാ ഭയമാജന്മുരുത്തമം. രക്തബീജന്റെ രക്തത്തിൽ നിന്നുണ്ടായ അസുരന്മാരാൽ ജഗത്ത് മുഴുവനും നിറയപ്പെട്ടത് കൊണ്ട് ദേവന്മാർ വളരെ ഭയപ്പെട്ടു. അങ്ങനെ ഈ ദുഷ്ടനായിട്ടുള്ള രക്തബീജന്റെ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് അനേകം രക്തബീജന്മാരിങ്ങനെ ഉണ്ടായതുകൊണ്ട് എന്താണ് ത്രൈലോക്യം മുഴുവൻ അങ്ങനെ അനേകം രക്തബീജന്മാരുണ്ടായിട്ട് ഈ ത്രൈലോക്യം മുഴുവനും ആ രക്തബീജന്മാരാൽ ഇങ്ങനെ നിറയുകയാണ്. താൻ വിഷണ്ണാൻ സുരാൻ ദൃഷ്ട ചണ്ഡികാ പ്രാഹ സത്വര ഉവാച കാളീം ചാമുണ്ടേ വിസ്തീർണാവതനം കുരു. ചണ്ഡികാദേവി വിഷാദത്തോടു കൂടിയ ആ ദേവന്മാരെ കണ്ടിട്ട് കാളിദേവിയോട് ഹേ ചാമുണ്ടേ മുഖത്തെ വിസ്താരമുള്ളതാക്കി ചെയ്താലും എന്ന് വേഗത്തിൽ പറഞ്ഞു. അങ്ങനെ ചണ്ഡികാദേവി ഇങ്ങനെ നോക്കുമ്പോൾ ആ ദേവന്മാരെല്ലാം വളരെയധികം സങ്കടപ്പെടുകയാണ്. അയ്യോ, ഈ ദുഷ്ടനായിട്ടുള്ള രക്തബീജൻ ഈ പ്രദേശം മുഴുവൻ ഭൂലോകം മൊത്തത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ ദുഷ്ടനായിട്ടുള്ള അസുരനെ ഇത്രയും ദേവിമാര് മാത്രമായിട്ട് എത്ര ഇങ്ങനെ വധിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വളരെ വിഷമിക്കുകയാണ്. മച്ചസ്തത്ര പദാ സംഭൂതാൻ രക്തബിന്ദൂൻ മഹാസുരാൻ രക്തബിന്ദോഹ പ്രതീചത്വം ഭക്ത്രേണാനേന വേഗിത. അല്ലയോ ചാമുണ്ടേ, നീ എന്റെ ആയുധമേറ്റുണ്ടാകുന്ന രക്തബിന്ദുക്കളാകുന്ന മഹാസുരന്മാരെ ഈ വിസ്തീർണ മുഖം കൊണ്ട് വേഗത്തിൽ രക്തബിന്ദുക്കളായിട്ട് തന്നെ ഗ്രഹിച്ചാലും. അങ്ങനെ പറയുകയാണ്, വിസ്താരമാക്കിയിട്ട് ദേവിയുടെ ഇത് വിസ്താരമാക്കിയിട്ട് ഈ അസുരന്മാരെ എല്ലാം വധിച്ചാലും എന്നിങ്ങനെ ദേവന്മാര് ദേവിയോട് പറയുകയാണ്. ഭക്ഷ്യയന്തി ചരരണേ തതുൽപന്നാൻ മഹാസുരാൻ ഏവമേഷ ശയം ദൈത്യഃ ക്ഷീണരക്തോ ഗമിഷ്യതി. അല്ലയോ ചാമുണ്ടേ, നീ രക്തത്തിൽ നിന്നുണ്ടാകുന്ന മഹാസുരന്മാരെ ഭക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിൽ സഞ്ചരിച്ചാലും ഈ രക്തബീജൻ ഇങ്ങനെ രക്തം ക്ഷയിച്ചിട്ട് നാശത്തെ പ്രാപിക്കും. അല്ലയോ ചാമുണ്ടേ കാളി, രക്തത്തിൽ നിന്ന് സമുത്ഭവിക്കുന്ന മഹാസുരന്മാരെ ഭക്ഷിച്ചും കൊണ്ട് നീ യുദ്ധത്തിൽ വിഹരിച്ചാലും ഇവൻ ഇങ്ങനെ ക്ഷീണരക്തനായിട്ട് നാശത്തെ പ്രാപിക്കും. അങ്ങനെ ദേവിയോട് പറയാണ്, ഈ ദുഷ്ടന്മാരായിട്ടുള്ള രക്തബീജന്മാരെ എല്ലാം നീ ഭക്ഷിച്ചുകൊണ്ട് ഇവന്മാരുടെ സൈന്യത്തെ എല്ലാം കുറച്ചിട്ട് ആ ദുഷ്ടനായ രക്തബീജനെ നീ വധിച്ചാലും എന്ന് പറയുകയാണ് ദേവിയോട്. ഭക്ഷ്യമാണാസ്ത്വയാചോഗ്രേ നജോലസ്പശ്യന്തി ചാപരേ ഇത്യുക്താതാം തതോ ദേവി ശൂലേനാഭിജഘാനതം. ഹേ ചാമുണ്ടേ, നീ ഭക്ഷിച്ചാൽ ഉഗ്രന്മാരായി പിന്നെ വേറെ അസുരന്മാർ ഉണ്ടാവുകയില്ല എന്ന് ചണ്ഡികാദേവി കാളിയോട് പറഞ്ഞിട്ട് ആ രക്തബീജനെ ശൂലം കൊണ്ട് താടിച്ചു. അപ്പം നീ ഭക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ രക്തബീജന്മാരൊന്നും ഉണ്ടാവുന്നതല്ല എന്നിങ്ങനെ പറയുകയാണ്. ഭക്ഷ്യമാണ ജഗാനതം സ്വാഹ മുഖേന കാളി ജഹൃഹേ രക്തബീജസ്യ ശോണിതം തതോഭാസാവാജഖാനാദാ ഗദായാ തത്ര ചണ്ഡികാം. കാളിദേവി മുഖം കൊണ്ട് രക്തബീജന്റെ രക്തത്തെ ഗ്രഹിച്ചു. ആ യുദ്ധത്തിൽ അനന്തരം രക്തബീജൻ ചണ്ഡികയെ ഗദ കൊണ്ട് താടിച്ചു. കാളിയും മുഖം കൊണ്ട് രക്തബീജ മഹാസുരന്റെ ശോണിതത്തെ ഗ്രഹിച്ചു. ആ യുദ്ധത്തിൽ ദേവി ശൂലപ്രയോഗാനന്തരം ഈ രക്തബീജാസുരനും ഗദ കൊണ്ട് ചണ്ഡികാദേവിയെ താടിച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്, ദേവി ഇങ്ങനെ വന്നിട്ട് ഒരു തളിക ഇങ്ങനെ എടുക്കും. തളിക ഇങ്ങനെ എടുത്തിട്ട് ഈ ഓരോ രക്തബീജനെ ഇങ്ങനെ വെട്ടുമ്പോ രക്തം വരും. ആ രക്തത്തെ ഇങ്ങനെ ദേവി ഇങ്ങനെ തന്റെ ആ തളിക കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ രക്തത്തെ ദേവി ഭക്ഷിക്കുകയാണ്. അങ്ങനെ കുടിച്ച് ഈ ഉള്ള രക്തബീജന്മാരെ എല്ലാം ദേവി അങ്ങനെ വധിക്കുകയാണ്. രക്തവും കുടിക്കും, അപ്പോൾ രക്തം തറയിൽ വീഴില്ല. അങ്ങനെ ദേവി ഈ ദുഷ്ടനായിട്ടുള്ള രക്തബീജന്മാരെ വധിക്കുകയാണ്. അപ്പൊ ഈ രക്തബീജന്മാര് ദേവിയെ ഇങ്ങനെ താടിക്കുകയാണ്. എന്നിട്ടും ദേവി എന്ത് ചെയ്യണം, ഈ രക്തബീജന്മാരെ എല്ലാം ദേവി വധിക്കുകയാണ്. ന ചാസ്യാം വേദാനാം ചക്രേ ഗദാപദോ ഫൽപികാമപി താസ്യാഹദസ്യ ദേഗാത്തോ ബഹു സുസ്രാവ ശോണിതം. രക്തബീജന്റെ ഗദ കൊണ്ടുള്ള അടി ദേവിക്കൊട്ടും വേദന ഉണ്ടാക്കിയില്ല. ചണ്ഡികാ ശസ്ത്രമേറ്റ രക്തബീജന്റെ ശരീരത്തിൽ നിന്നാകട്ടെ വളരെ രക്തമൊലിച്ചു. അങ്ങനെ ദേവീനെ ആ ഗദ കൊണ്ട് അടിച്ചിട്ട് ദേവിക്ക് അതൊന്നും ശരീരത്തിൽ ഒന്നും ഏറ്റിട്ടില്ല. എന്നിട്ട് ദേവി എന്ത് ചെയ്യുകയാണ്, ആ രക്തബീജനെ ഇങ്ങനെ വെട്ടുകയും എന്നിട്ട് എന്ത് ചെയ്യണം, ആ രക്തബീജന്റെ രക്തത്തെ ദേവി ഇങ്ങനെ പാനം ചെയ്യുകയാണ്. യതസ്തത്രസ്തേന ചാമുണ്ടാ സംപ്രതീച്ഛതി മുഖേ സമുൽഗദാ യേസ്യ രക്തപാതാൻ മഹാസുരാഹ
താം ച ഖാദാത ചാമുണ്ട പപൗതസ്യ ച ശോണിതം. ആ രക്തത്തെ ചാമുണ്ടാദേവി മുഖം കൊണ്ട് അങ്ങുമിങ്ങും നിന്ന് ഗ്രഹിച്ചു. രക്തപതനം ഹേതുവായിട്ട് യാവജില മഹാസുരന്മാർ ഈ ദേവിയുടെ മുഖത്തിൽ ഉണ്ടായോ അവരെ അവൾ ഭക്ഷിക്കുകയും ആ രക്തബീജന്റെ ശോണിതത്തെ പാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? ഈ ദുഷ്ടന്മാരായ അസുരന്മാരെയെല്ലാം രക്തബീജന്മാരെയെല്ലാം നിഗ്രഹിച്ചിട്ട് കുറെ രക്തബീജന്മാരെയെല്ലാം ദേവി ഭക്ഷിക്കുകയും പിന്നീട് എന്ത് ചെയ്യുകയാണ്? ആ ദുഷ്ടനായ രക്തബീജന്റെ രക്തത്തെയെല്ലാം ദേവി പാനം ചെയ്യുകയാണ്. നോക്കൂ, അത് മറ്റ് ഏത് ദേവിമാർക്കാണ് അങ്ങനെ കഴിയുന്നത്? ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ ഇത്രയും രക്തമൊക്കെ കുടിക്കാനായിട്ട്, ഇത്രയും രക്തമൊക്കെ പാനം ചെയ്യാനായിട്ട്, ഇത്രയും ദുഷ്ടന്മാരായിട്ടുള്ള ആ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ ഭക്ഷിക്കാനും അവരുടെ രക്തം പാനം ചെയ്യാനുമൊക്കെ ആ ഭദ്രകാളി ദേവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ദേവി ആ ദുഷ്ടന്മാരുടെ ആ രക്തബീജനെ വധിക്കാൻ വേണ്ടിയിട്ട് ആ രക്തബീജന്റെ രക്തത്തെയൊക്കെ കുടിക്കുകയും ആ ദുഷ്ടനായ രക്തബീജനെയെല്ലാം വധിക്കുകയും ചെയ്യുകയാണ്. ദേവി ശൂലേന വജ്രേണ ബാണൈരാസി വിരിഷ്ട്രഫീഹ ജഗാന രക്തബീജം തം ചാമുണ്ടാപീത ശോണിതം. ചണ്ഡികാദേവി ശൂലം, വജ്രം, ശരങ്ങൾ, വാളുകൾ, ഋഷ്ടികൾ ഇവകളെ കൊണ്ട് ചാമുണ്ടയാൽ പാനം ചെയ്യപ്പെട്ട രക്തത്തോടുകൂടിയ ആ രക്തബീജനെ ഹിംസിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ചണ്ഡികാദേവി ശൂലം, വജ്രം, ശരങ്ങൾ, വാളുകൾ, ഋഷ്ടികൾ ഇവകളെ കൊണ്ട് ചാമുണ്ടയാൽ പാനം ചെയ്യപ്പെട്ട രക്തത്തോടുകൂടിയ ആ രക്തബീജനെ ഹിംസിച്ചു. അങ്ങനെ ദേവി ആ രക്തബീജനെ ഹിംസിക്കുകയാണ്. സപപാദ മഹീപൃഷ്ടേ ശസ്ത്രസംഗ സമാഹതഃ നീരക്കത്തഞ്ച മഹീപാല രക്തബീജോ മഹാസുരാം. അല്ലയോ രാജാവേ, ആ രക്തബീജ മഹാസുരൻ ആയുധ സമൂഹങ്ങളാൽ താടിക്കപ്പെട്ടവനായി നിശ്ലേഷം നശിച്ച രക്തത്തോടു കൂടിയവനായിട്ട് ഭൂമിയിൽ പതിച്ചു. അങ്ങനെ ദേവി എന്ത് ചെയ്യുകയാണ്? ആ രക്തബീജ മഹാസുരൻ ആയുധ സമൂഹങ്ങളാൽ താടിക്കപ്പെട്ടവനായിട്ട് നിശ്ലേഷം നശിച്ച രക്തത്തോടു കൂടിയവനായിട്ട് ഭൂമിയിൽ പതിച്ചു. അങ്ങനെ ആ ദുഷ്ടനായിട്ടുള്ള ആ രക്തബീജൻ എന്ന് പറയുന്ന ആ മഹാസുരനെ ദേവി നിഷ്പ്രയാസം വധിക്കുകയാണ്. അല്ലയോ സുരത മഹാരാജാവേ, ദേവിയുടെ ശസ്ത്ര സമൂഹങ്ങളാൽ താടിക്കപ്പെട്ട ആ രക്തബീജ മഹാസുരന്റെ രക്തമെല്ലാം ചാമുണ്ടാദേവി പാനം ചെയ്തുകൊണ്ട് തീരെ രക്തം നശിച്ചവനായിട്ട് അവൻ ഭൂമിയിൽ വീണു. അങ്ങനെ ആ ദുഷ്ടനായിട്ടുള്ള ആ രക്തബീജന്റെ രക്തത്തെ എല്ലാം ദേവി പാനം ചെയ്തുകൊണ്ട് ഭക്ഷിച്ചുകൊണ്ട് ആ ദുഷ്ടനായിട്ടുള്ള രക്തബീജനെ വധിച്ച് ആ രക്തബീജന്റെ ശരീരം തീരെ രക്തം നശിച്ചവനായിട്ട് അവൻ ഭൂമിയിൽ പതിക്കുകയാണ്, ഭൂമിയിൽ വീഴുകയാണ്. തദസ്തേ ഹർഷമധുല മവാപുസ്ത്രീ ദശാനൃപ ഹതേ മാതൃഗണസ്തസ്മിൻ നനർത്താശൃംഗമദോദ്ധതാ. അല്ലയോ രാജാവേ, അനന്തരം ആ ദേവന്മാർ തുല്യമില്ലാത്ത സന്തോഷത്തെ പ്രാപിച്ചു. ആ രക്തബീജ മഹാസുരൻ ഹതനായപ്പോൾ ബ്രഹ്മാണ്യാദി മാതൃക്കൾ പാനമതോൽക്കമായിട്ട് നൃത്തം ചെയ്തു. അല്ലയോ രാജാവേ, രക്തബീജ വധാന്തരം മുമ്പിൽ ദുഃഖിതന്മാരായിരുന്ന ദേവകൾ തുല്യമില്ലാത്ത സന്തോഷത്തെ പ്രാപിച്ചു. ആ രക്തബീജൻ കൊല്ലപ്പെട്ടപ്പോൾ ബ്രഹ്മാണി മുതലായ മാതൃക്കൾ രക്തമതം കൊണ്ട് തരളിതമായി നൃത്തം ചെയ്തു. അങ്ങനെ ആ ദുഷ്ടനായിട്ടുള്ള രക്തബീജൻ വധിക്കപ്പെട്ടപ്പോൾ ആ മുമ്പിൽ ദുഃഖിതന്മാരായിരിക്കുന്ന ദേവകളെല്ലാം തുല്യമില്ലാത്ത സന്തോഷത്തെ പ്രാപിക്കുകയും ആ രക്തബീജൻ കൊല്ലപ്പെട്ടപ്പോൾ ബ്രഹ്മാണി മുതലായ മാതൃക്കൾ രക്തമതം കൊണ്ട് തരളിതമായിട്ട് നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ ദേവന്മാരും ദേവിമാരും എല്ലാം വളരെയധികം സന്തോഷിക്കുകയാണ്. തദസ്തേ മദ്ദോദദഃ സ്വാഹ. ഇത് ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ രക്തബീജവധോ നാമ അഷ്ടമോऽധ്യായഃ. അങ്ങനെ രക്തബീജവധം എന്നുള്ള അഷ്ടമാധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ 8ാം അധ്യായമായിട്ടുള്ള രക്തബീജവധം. അപ്പൊ നിങ്ങൾ നോക്കൂ, എത്രയോ ക്രൂരനായിട്ടുള്ള അസുരനാണല്ലേ രക്തബീജൻ എന്ന് പറയുന്നത്. അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള അസുരനെ വധിക്കാനുള്ള ഇതെന്ന് പറയുന്നത് ചാമുണ്ടാ ദേവിക്ക് തന്നെ, ആ ഭദ്രകാളി ദേവിക്ക് തന്നെ കഴിയുകയുള്ളൂ. മറ്റേത് ദേവിമാർക്ക് ഇതുപോലെ ഇങ്ങനെ യുദ്ധത്തിൽ വന്ന് അത്രയും ശൗര്യമായിട്ട് നിന്ന് ഒരിക്കലും യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഭദ്രകാളി ദേവിയാണ്. ആ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആരായാലും ഏതൊരു യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും ആ ദേവിയെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്.
ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ ഒരു കഠിനമായിട്ടുള്ള പരിസ്ഥിതിയിലാണെങ്കിലും, എത്ര ഒരു കഠിനമായിട്ടുള്ള യുദ്ധകളത്തിലാണ് നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം ദേവി നമ്മളെ രക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ ആ ദേവി തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തെ രക്ഷിക്കട്ടെ, സകല മാനവരെയും ആ ദേവി രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. ഇനി ഇനി എന്തെങ്കിലും അനിഷ്ടങ്ങൾ വരാനുണ്ടെങ്കിൽ അതെല്ലാം തടയാനും ആ പ്രപഞ്ചശക്തിയായ ദേവിക്ക് തന്നെയാ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ദേവിയോട്, ആ ഭഗവാനോട് നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ മനുഷ്യർക്ക്, നമ്മുടെ മാനവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടി കൂടി ദേവിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവരുടെ ദുഷ്ടതകളൊക്കെ മാറി അവർക്ക് നല്ല മനസ്സുണ്ടായി തിരുത്തി വരട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ദേവിയോട്. അങ്ങനെയുള്ള ദുഷ്ടന്മാർ തിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ദേവിയോട് തന്നെ പ്രാർത്ഥിക്കാം. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, ഭഗവാൻ പോലും ഭഗവാന്റെ ആ രൂപങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ. അപ്പം ഈ ഇങ്ങനെ ഒരു താമസ രൂപത്തിൽ, അങ്ങനെ ഒരു ഇതിൽ വരുന്നെന്ന് പറഞ്ഞാൽ, ഒരു സാത്വികമായിട്ടുള്ള രൂപത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവീദേവന്മാർക്ക് ആ ഒരു ദുഷ്ടന്മാരെ വധിക്കാൻ കഴിയില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ആ ഒരു അവതാരം എടുക്കുന്നത്, ഭഗവതി തന്നെ, ആ ദേവി തന്നെ അങ്ങനെ ഒരു കാളി അവതാരം എടുക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പരമേശ്വരനായിട്ട് മാത്രം നിൽക്കുമ്പോൾ കഴിയില്ല. അപ്പം പരമേശ്വരനിൽ നിന്നൊരു ശക്തി വരുമ്പോൾ ആ ശക്തി ഇങ്ങനെയുള്ള ദുഷ്ടരെയെല്ലാം വധിക്കും. അതുപോലെ ഭഗവാനിൽ നിന്ന് നരസിംഹം വരുമ്പോൾ അങ്ങനെ ഒരു ശക്തി വന്ന് ആ ദുഷ്ടന്മാരെ വധിക്കും. അതുപോലെ തന്നെ ദേവിയിൽ നിന്ന്, പാർവതീ ദേവിയിൽ നിന്ന് ചാമുണ്ടയായിട്ടുള്ള, ഭദ്രകാളിയായിട്ടുള്ള ദേവി വന്നിട്ട് ഭുവനേശ്വരിയിൽ നിന്ന് ചണ്ഡികയും ചാമുണ്ടയും ഭദ്രകാളിയായിട്ടുള്ള ദേവി വന്നിട്ട് ഇങ്ങനെയുള്ള ദുഷ്ടരെ വധിക്കും. അപ്പോൾ അത്രയും ക്രൂരമായിട്ടുള്ളവരെ വധിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ക്രൂരമായിട്ടുള്ള ഘോരമായിട്ടുള്ള ഒരു രൂപം എടുത്തു തന്നെ ഭഗവാന് വരേണ്ടി വരും, അല്ലെങ്കിൽ ഭഗവതിക്ക് വരേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ആരൊക്കെയാ വന്നിട്ടില്ലേ നോക്കാം കേട്ടോ. ഇന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അനു ബാലകൃഷ്ണൻ, ധനേഷ്, ധനു, ജിത്തു, റൊമാരിയോ, അബ്ദുള്ള DXB, രാകേഷ്, നെടുവേലി, ഡോപാമൈൻ, സുനിൽ കുമാർ, അംബു അടൂർ, കീർത്തി PS, ഹരിത, വിനുകുമാർ, മുരുകേശൻ, ശ്രീലക്ഷ്മി, മുരുകേശൻ, മൻസു, അഭിരാമു, ഹിത മുരുകൻ, മൃജുലാൽ, സ്റ്റാർ ഗൈ, ലക്ഷ്മി പ്രിയ, അരുണിമ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അടുത്ത ക്ലാസ് 9ാം അധ്യായമാണ്, നിശുംഭവധമാണ്. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.